ചിലര് നമ്മുടെ ലൈഫിൽ വരുമ്പോ പ്രകാശം പരക്കുന്നില്ല. ആ. പക്ഷെ മറ്റു ചിലര് വരുമ്പോ നമുക്കൊരു കണ്ണാടി നോക്കും. ഉം. നമ്മുടെ കുറവുകളോ നമ്മൾ എന്താണോ നമ്മുടെ സ്ട്രെങ്തോ എല്ലാം കാണിച്ചു തരുന്നത്. ഉം. അതുപോലെ ചേച്ചിയുടെ ലൈഫിലെ കണ്ണാടി ആരായിരുന്നു? ആരായിരുന്നു? ഒന്നാണോ അതോ ഒന്നിക്കൊള്ളാത്തതുകൊണ്ടോ എങ്ങനെയാണ്? ഉം. ഏറ്റവും കൂടുതൽ ചെറുപ്പത്തിലൊക്കെ ആണെന്ന് പറയണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്പേസ് അങ്ങനെ ഒരു സ്പേസിലേക്ക് വരുന്നത് അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും. ഉം. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മൾ എന്താണെന്നും നമ്മളുടെ സ്ട്രെങ്ത് ആണെന്നൊന്നും റിയലൈസ് ചെയ്യാൻ ഇപ്പോൾ ഒരു കണ്ണാടി ഫ്രണ്ടിൽ വെച്ചാൽ പോലും നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല ആ ടൈമിൽ. കാരണം അതിനുള്ള ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യാനുള്ള ഒരു ഏജിലേക്കും അല്ലെങ്കിൽ ആ ഒരു ക്യാപ്പബിലിറ്റി ആ ഒരു ടൈമൊക്കെ എത്തിയിട്ട് എനിക്ക് കിട്ടിയ കണ്ണാടി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഓഫ്കോഴ്സ് ആളാണ്. കാരണം എൻ്റെ സ്ട്രെങ്ത് ആളാണ്. ഞാൻ എന്താണെന്ന് ഞാൻ എങ്ങനെയാണ് ആവണം, എങ്ങനെ ആയിരുന്നു, അതിൽ നിന്ന് മാറി ഞാൻ എങ്ങനെ ആവണം ഒക്കെ എനിക്ക് മനസ്സിലാക്കിയതും ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ ആളുടെ അടുത്ത് നിന്നാണ്. ഇൻസ്പിറേഷൻ എന്തൊക്കെയോ എന്താ പറയണ്ടേ, ആക്ച്വലി ഒരു ഇൻസ്പിറേഷൻ ആണോ എന്തൊക്കെയോ പറയാം. കാരണം അങ്ങനെയാണ് പുള്ളി എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം മെന്റലി ആൻഡ് ഫിസിക്കലി ഉണ്ടായ മാറ്റങ്ങൾ. അതിപ്പോ ഫിസിക്കലി എന്ന് പറയുമ്പോൾ വേറെ രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയാ ഉണ്ട ശരീരമുള്ള ഒരാളല്ലേ, കുറച്ച് അതെ. ഇപ്പൊ കുറച്ചില്ല. അതെ. അപ്പൊ ആ ടൈം മുതലേ ഞാൻ ഭയങ്കര ഒരു ഇതായിരുന്നു എന്റെ ഉള്ളില്. എപ്പോഴും ഞാൻ ഭയങ്കര തടിച്ചിട്ടാണ്. ഞാൻ തടിച്ചത് കൊണ്ട് എനിക്ക് സൗന്ദര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഓഫ്കോഴ്സ് നമ്മുടെ എല്ലാ സ്ത്രീകളും ഒരു പ്രായം കഴിയുമ്പോൾ ഉണ്ടാവുന്ന മെന്റലി ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ, അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോ അതൊക്കെ മാറിയത് പുള്ളിന്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ്. എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഒരുപാടങ്ങ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നിനക്ക് ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് വരുന്നതും നീ പെർഫോം ചെയ്യുന്നത് ആളുകൾക്ക് രസിക്കുന്നതും ഒക്കെ മേ ബി ഈ ഒരു ബോഡി ലാംഗ്വേജും ഈ ഒരു ഫിസിക്കൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നീ ചെയ്യുന്നതൊക്കെ ആളുകൾക്ക് രസിക്കുന്നത്. ചിലപ്പോ നിന്നെ വേറൊരു ഫിഗറിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ അത് അത്രത്തോളം ഇത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്റെ എല്ലാ കാര്യത്തിലും ഞാൻ എല്ലാ കാര്യങ്ങളും സജഷൻ ചോദിക്കുന്നതാണെങ്കിലും ഒക്കെ പുള്ളിയുടെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ എന്റെ ലൈഫിൽ ഒരു കണ്ണാടി എന്നൊക്കെ പറയുന്നത് പുള്ളി തന്നെയാണ്. അതെ. ഓ, കിഷോറേട്ടന് മുമ്പുള്ള അശ്വതി ചേച്ചിയും പിൻപുള്ള അശ്വതി ചേച്ചിയും മാറ്റം ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ കിഷോറേട്ടൻ ഇൻഫ്ലുവൻസ് ചെയ്ത മെയിൻ ആയിട്ടുള്ള 2 കാര്യങ്ങൾ ജസ്റ്റ് 2. ഒന്ന് ഡ്രസ്സിങ്. എന്റെ ഡ്രസ്സിങ് കോസ്റ്റ്യൂം സെലക്ഷൻസ്. കാരണം ഞാൻ ഡെയിലി വെയർ ചെയ്യുന്നതും പാർട്ടി വെയർ ചെയ്യുന്നതും എങ്ങനെയായാലും ഏത് ടൈപ്പ് ഓഫ് ഇതാണെങ്കിലും ഞാൻ ജീവിച്ചിരുന്ന ചുറ്റുപാടിൽ അന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയിരുന്ന സമയത്തും ഞാൻ കണ്ടിട്ടുള്ള ആളുകളിൽ നിന്നും ഞാൻ ഒബ്സർവ് ചെയ്ത ആളുകളിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മൈൻഡിൽ എപ്പോഴും. പക്ഷെ ഞാൻ ആളെ കൂടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പൊ ഉള്ള എൻ്റെ കോസ്റ്റ്യൂം സെൻസ് വളരെ ഡിഫറെന്റ് ആണ്. അത് ഇൻസ്പയർ ചെയ്ത് പുള്ളിയുടെ അടുത്ത് തന്നെയാണ്. അത് ഇൻഫ്ലുവൻസ് ആയത് പുള്ളിയുടെ അടുത്തുനിന്നാണ് ഞാൻ. കാരണം കളർ കോമ്പിനേഷൻസ് എനിക്ക് ഒത്തിരി പറഞ്ഞിരുന്നത് പുള്ളിയാണ്. ഫോട്ടോഗ്രാഫർ ഡിസൈനറും ആയതുകൊണ്ട് തന്നെ ആൾക്ക് അതിനെപ്പറ്റി നല്ല ഒരു സെൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളെപ്പോഴും നമുക്കിഷ്ടപ്പെട്ട നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന കളറ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സാണ് നമ്മൾ ഒരു ഷോപ്പിൽ ചെന്ന് ചൂസ് ചെയ്യുന്നത്. പക്ഷെ പുള്ളി സെലക്ട് ചെയ്ത് തരുന്നത് എന്റെ ഫിസിക് എങ്ങനെയാണ്, എന്റെ ബോഡി എങ്ങനെയാണ്, ആ ബോഡിക്ക് അനുസരിച്ച് നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡിയും നമ്മുടെ കോംപ്ലക്ഷൻ അനുസരിച്ചിട്ടുള്ള സജഷൻ അങ്ങനത്തെ കോസ്റ്റ്യൂമുകൾ എടുക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ കളർ വേണം ചൂസ് ചെയ്യാനെന്ന് എനിക്ക് പറഞ്ഞു തന്നു ആള് തന്നെയാണ്. അതുകൊണ്ട് ഇന്നും ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്ന സമയത്ത് പുള്ളിനെ കൊണ്ട് പോവുക. ഇപ്പോഴും പുള്ളി തന്നെയാണ് എനിക്ക് ഡ്രസ്സൊക്കെ കൂടുതലും സെലക്ട് ചെയ്ത് തരുന്നത്. എല്ലാം എങ്ങനെ ചെയ്യണം, ഇങ്ങനത്തെ ഡ്രസ്സാണ് എനിക്ക് കൂടുതൽ സ്യൂട്ട് ആവുന്നത് ഒക്കെ പറഞ്ഞു തരുന്നതൊക്കെ ആളാണ്.
ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സൊസൈറ്റിയിലൊരു സ്ത്രീ, അപ്പം എന്റെ കാഴ്ചപ്പാടുകള് ഞാൻ കുറച്ചും കൂടി, അതായത് എന്റെ ഡിഗ്രി കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോ ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ അന്നത്തെ കാലത്തും. കാരണം എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കൊന്നും അങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്ന ആൾക്കാരല്ല. ചില കാര്യങ്ങൾ അവര് വളരെ അയ്യോ അത് വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട എന്ന് പറയുന്നല്ലാണ്ട് അത്യാവശ്യം ഫ്രീഡം ഒക്കെ തരുന്നൊരു ഫാമിലി തന്നെയായിരുന്നു. ഇപ്പോ ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എന്നെ ഒറ്റയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തൃച്ചിയിലുണ്ട്. അത് ഞാൻ ഈ ഡിഗ്രി കോമ്പറ്റീഷൻസ്, ഈ നമ്മുടെ സൗത്ത് സോൺ നാഷണൽ അങ്ങനത്തെ കോമ്പറ്റീഷൻസിനൊക്കെ പോകും. എന്ത് കോമ്പറ്റീഷൻസ്? തിയേറ്ററും സ്കിറ്റ്, നാടകം, ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെയൊക്കെയാണ്. കേരള യൂണിവേഴ്സിറ്റിന്ന് അവർ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അതിന്റെ കോമ്പറ്റീഷന് കൊണ്ടുപോയപ്പോ തൃച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നൊരു കുട്ടിയാണ് ഗായത്രി എന്ന് പറഞ്ഞിട്ട്. ഇന്നും എന്റെ ഫ്രണ്ട് തന്നെയാണ് അത്. അപ്പൊ അവളെ ഞാൻ ഫസ്റ്റ് ടൈം അവിടെ എന്റെ നാടകം കണ്ടിട്ട് അവൾക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്നെ കൂട്ടി വന്ന് കെട്ടിപ്പിടിച്ച് എന്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് ഒക്കെ മേടിച്ച് അന്ന് ഞങ്ങൾ തുടങ്ങിയൊരു എന്റെ ഒരു വലിയ ഫാനാണ് അവള്. അന്ന് എന്റെ ആക്ടിങ് കണ്ടിട്ട് എന്റെ ഫാൻ ആയതാണ്. അപ്പൊ ഇന്നും ഞങ്ങൾ തമ്മിൽ നല്ല കണക്ഷനാണ്, നല്ല കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അന്ന് അവള് എന്നോട് എന്റെ നമ്പറൊക്കെ മേടിച്ചുകൊണ്ട് പോയി വിളിച്ചു. ഞാൻ എന്റെ വീട്ടിൽ എന്നിട്ട് അവളെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫോണിൽ, ഇങ്ങനെ ഗായത്രി എന്നാണ് പേര്. അന്ന് എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ്, ലാംഗ്വേജ്, തമിഴ് ലാംഗ്വേജ്. മലയാളം കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് തമിഴാണ്. അപ്പൊ എനിക്ക് ഇവളോട് തമിഴിൽ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നോട് മലയാളത്തിൽ സംസാരിക്കാൻ അങ്ങനെ. ഇനി ഇവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് എന്റെ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അവള് വന്നു. അന്ന് ആലോചിക്കണം, എനിക്കിപ്പോ 35 വയസ്സുണ്ട്. ഞാൻ അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്തുള്ള എനിക്കൊരു 20-21 വയസ്സ്, ആ ഒരു ടൈമിലുള്ള കാര്യമാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ എന്റെ വീട്ടിൽ നിന്ന് അത്ര ഒരു ഫ്രീഡം, അതായത് പുറത്തുള്ള ഒരു കുട്ടീനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തിരിച്ച് അവൾ എന്നെ അവളുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോ എന്നെ വിടാനുള്ളൊരു സ്വാതന്ത്ര്യം എന്റെ വീട്ടുകാർ കാണിച്ചു എന്നുള്ളതാണ്. മേ ബി പലപ്പോഴും ആ ഒരു ടൈമിൽ നിന്ന് എല്ലാ പാരന്റ്സും അങ്ങനെ ആവണമെന്നില്ല. ആ ഒരു ടൈമിൽ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ, അതും തൃച്ചിയിൽ അവളുടെ വീട്ടിലേക്ക് എന്നെ വിട്ടു. രാത്രി ട്രിവാൻഡ്രത്ത് നിന്ന് ബസ്സില് എന്നെ വിടുന്നു, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. അവിടെ ചെന്ന് 2-3 ഡേയ്സ് അവളുടെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു ഫ്രീഡം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതായത് ഒറ്റ ബസ് ഇവിടുന്ന് കയറി തൃശ്ശൂരിൽ ഇറങ്ങുന്നു, അവൾ എന്നെ അവിടെ വന്ന് പിക്ക് ചെയ്തു, ഞാൻ അവളുടെ വീട്ടിൽ പോയി. ഞാൻ ഒരു 2-3 ഡേയ്സ് അവളുടെ വീട്ടിലായിരുന്നു. ഫുൾ എന്താ പറയാ കറങ്ങാനൊക്കെ പോയി, തൃശ്ശി മുഴുവനും കറങ്ങാനൊക്കെ കൊണ്ടുപോയി അവള്. അങ്ങനെ അടിച്ചു പൊളിച്ച് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു ഫ്രീഡം എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും എന്നാലും കുറെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് തന്നെയാണ് വീട്ടുകാർ ചിന്തിക്കുന്നത്, പറയുന്നത്. ബിക്കോസ് ഞാൻ ഒരു പെൺകുട്ടി ആയതുകൊണ്ട്. അപ്പൊ നമ്മളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് ചില കാര്യങ്ങളിൽ. പിന്നെ ഒറ്റയ്ക്ക് ഞാൻ എവിടെയും ഒറ്റയ്ക്ക് പോവാൻ എനിക്ക് പേടിയാണ്, ചില സ്ഥലങ്ങളിൽ മാത്രം. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കൺസേൺ ആണ്, അയ്യോ നമ്മൾ എങ്ങനെ അവിടെ ഒറ്റയ്ക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് പോകും എന്നുള്ളൊരു. പക്ഷെ എന്നാൽ ചില സ്ഥലങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുമുണ്ട്. അപ്പോ എക്സാക്ട് ഒരു വിമൻഹുഡ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം, അവൾക്ക് ഏതറ്റം വരെ പോകാൻ പറ്റും, ഏതൊരു എക്സ്ട്രീം, അവളുടെ എക്സ്ട്രീം എന്താണ്, അവളുടെ ചിന്തയിലാണെങ്കിലും അവളുടെ ബാക്കിയുള്ള കാര്യത്തിലാണെങ്കിലും സൊസൈറ്റിയിൽ അവളുടെ ഒരു എക്സ്ട്രീം ബാക്കി ഉള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെ അല്ല, ഇങ്ങനെയും ആവാം എന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കിച്ചത് പുള്ളിയാണ്. അതാണ് 2 കാര്യങ്ങൾ പുള്ളിയുടെ അടുത്തുനിന്ന് ഞാൻ മെയിൻ ആയിട്ട് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന 2 കാര്യങ്ങൾ അതാണ്. ഒന്ന് സൗന്ദര്യം, അതെ, അത് നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഞാനൊരു ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പം മേ ബി ആളുകൾ ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അതൊക്കെ ഒരു ഇതാണോ എന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചത് വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് എന്നിൽ സംഭവിച്ചത്. സിമ്പിൾ ആയിട്ട് പറയാം, നമ്മളൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളുടെ ഡ്രസ്സിങ് മോശമാണെന്നുണ്ടെങ്കിൽ ആളുകൾ എപ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്യും. ജഡ്ജ് ചെയ്യാതെ നമ്മള് ഇവന് എത്ര റെസ്പെക്ട് കൊടുക്കണോ അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അതെനിക്ക് ഉണ്ടായ വലിയൊരു ഇതാണ്, ചേഞ്ചാണ്. പിന്നെ ഈ ഒരു കാര്യവും വളരെ പുള്ളിയുടെ അടുത്ത് നിന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ, അതെ ഒരു സ്ത്രീ ആണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, അല്ലെങ്കിൽ അങ്ങനെ ആവണം,
അത് ഇപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പല കാര്യങ്ങളും, ഇപ്പം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 9 years ആയി, ഇപ്പോഴും പല കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ എങ്ങനെ അങ്ങനെ ചെയ്യാം, എന്തുകൊണ്ട് ചെയ്തൂടാ എന്ന് തിരിച്ച് ചോദിക്കും. പിന്നെ എനിക്ക് മറുപടി ഇല്ല. അപ്പൊ എന്നിട്ട് പുള്ളി ആ എന്തുകൊണ്ട് ചെയ്തൂടാ എന്നുള്ളതിനുള്ള 2-3 റീസൺ ഇങ്ങോട്ട് പറയും നമ്മളോട്. അപ്പൊ പിന്നെ നമുക്കതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ശരിയാണല്ലോ, അപ്പൊ പിന്നെ ഇങ്ങനെ അത് എക്സ്പീരിയൻസ് ആണ്. കാരണം അദ്ദേഹം പോയിട്ടുള്ള അദ്ദേഹത്തിന് അറിയാം ഇതിന്റെ റിസ്ക് ഫാക്ടർ. ഇപ്പൊ പറഞ്ഞില്ലേ ചേച്ചി ചിലയിടത്ത് പോകാൻ പേടിയാ തോന്നുന്നത്, അത് സ്വാഭാവികം. ഇപ്പൊ നമുക്ക് ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ നമുക്ക് സ്വാഭാവികമായിട്ടും ബോധമുണ്ടെങ്കിൽ നമുക്ക് ഒരു പേടി തോന്നും. പക്ഷേ കിഷോറേട്ടൻ അവിടെയൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് എന്ന് വിചാരിക്കുന്നില്ല, പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് പോകും. അതെ, യാത്രകള് എന്ന് പറയും, ഞാനതാ പറയാൻ പറഞ്ഞത്. യാത്രകള് ഞങ്ങള് കല്യാണത്തിന് മുന്നേ ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോഴത്തേക്കും ഞങ്ങള് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മുടെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഞങ്ങൾ രണ്ടാൾക്കും ഞങ്ങളുടെ പ്രൊഫഷണലി ഇന്റർഫിയർ ചെയ്യുന്ന ഇഷ്ടമല്ല. എനിക്ക് തീരെ താല്പര്യമില്ല. എന്റെ ഫാമിലിയിൽ ആരും, ഹസ്ബൻഡ് എന്നല്ല, എന്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിൽ പോലും ഒരു പരിധി കൂടുതൽ എന്റെ പ്രൊഫഷണലി ഉള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് എനിക്ക് താല്പര്യമില്ല. അത് തികച്ചും 100% എന്റേതായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നാൽ മാത്രം ഞാൻ ചോദിക്കും, അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ ഒക്കെ ചോദിക്കും. പുള്ളി അങ്ങനെ തന്നെയാണ്. പുള്ളിയുടെ വർക്കിന്റെ കാര്യത്തിലൊന്നും പുള്ളി ആരെയും ഇന്റർഫിയർ ചെയ്യിക്കില്ല. പിന്നെ ഇതുപോലെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് വെറുതെ സജഷൻ ചോദിക്കും എന്നല്ലാണ്ട് വേറെ അങ്ങനെ ഒരു ഇതില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യവും, പിന്നെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആൾക്കും ഇഷ്ടമാണ്. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ അടുക്കാനുള്ളതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ അത് രണ്ടുപേരും. തീരുമാനം എന്റെ, സജഷൻസ് നിന്റെ. തീരുമാനം എന്തായാലും ഫൈനൽ തീരുമാനം നമ്മൾ തന്നെ എടുക്കും. അതെന്തായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ അത് കുഴപ്പമുണ്ടോ, ഞാൻ കാണാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും അതാണ് ആ പുള്ളിയോട് ചോദിക്കുന്നത്. അങ്ങനെയാണോ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അപ്പൊ എന്തെങ്കിലും ചിലപ്പോ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പോയിന്റ് പുള്ളിയുടെ അടുത്ത് അതിനുവേണ്ടി മാത്രം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഫഷണൽ ഉള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുള്ളതല്ലാണ്ട് വേറെ അങ്ങനെ അയ്യോ അങ്ങനെ ഇവിടെ ഒരു എന്താ പറയാ, നമ്മള് ഒരു അനുവാദം വാങ്ങുക, അല്ലെങ്കിൽ ചോദിച്ച് അനുവാദം മേടിച്ച് അങ്ങനൊരു സാധനം എനിക്ക് താല്പര്യമില്ല, പുള്ളിക്ക് തീരെ താല്പര്യമില്ല. ഈവൻ ഞാനിനി എന്തെങ്കിലും ഫോണിലിടാം, ഞാൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ ചെയ്യട്ടെ, അത് ഞാനൊരു പെർമിഷൻ ചോദിക്കുന്ന പോലാണ്. അപ്പൊ എന്നോട് തിരിച്ചു ചോദിക്കും, നീ എന്തിനാ എന്നോട് ചോദിക്കുന്ന വെച്ചു, എന്നോട് അനുവാദം ചോദിക്കുന്ന എന്തിനാ എന്ന് പല കാര്യങ്ങളിൽ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ അതെനിക്ക് വളരെ വലിയൊരു കാര്യമായിട്ടാ തോന്നുന്നത്. പലരും അങ്ങനെ ആവാൻ സാധ്യത, ഞാനതാ പറഞ്ഞ, പലരും അങ്ങനെ അല്ല. അതെന്തുകൊണ്ട് നീ എന്നോട് ചോദിച്ച് പെർമിഷൻ മേടിച്ചില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പുള്ളി അങ്ങനെ എന്നോട് ഇതുവരെ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും അങ്ങനെ എന്നോട് അങ്ങനെ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലി ഉള്ള കാര്യങ്ങൾ കേട്ടോ, അതൊക്കെ. പിന്നെ അല്ലാതെ വേറെ കുറെ ഫാമിലി ആകുമ്പോഴത്തേക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് ചിലപ്പോ ഞാൻ അങ്ങോട്ടാണ്, പുള്ളി ഇങ്ങോട്ടാണെങ്കിൽ പുള്ളി എന്നോട് ചോദിക്കാറുണ്ട്, എടാ ഞാൻ അങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, നിന്റെ ഒരു അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട്. ഞാനും ചോദിക്കാറുണ്ട്. അത് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഒരു കാര്യമാണ്. അതില്ലെങ്കിൽ പിന്നെ എന്ത് റിലേഷൻ. അപ്പൊ ഈ കോമഡി സ്റ്റാഴ്സിൽ എങ്ങനെയായിരുന്നു വന്നു വിട്ടത്? ഞാൻ കൊറേ എടുത്ത് ഏതൊക്കെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതാ അത് ഞാൻ ഷോർട്ടാക്കി. കോമഡി സ്റ്റാർസ് ഞാൻ ഓൾറെഡി എന്റെ ഡിഗ്രി കാലഘട്ടം മുതലും മീഡിയയിലുണ്ട്. അപ്പൊ ആദ്യമൊക്കെ സീരിയൽസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ സ്റ്റഡീസ് കാരണം സീരിയൽസ് ബ്രേക്ക് ചെയ്തു. കുറച്ചു കാലം അങ്ങനെ പോയി. അതിനുശേഷം എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ നാടകത്തിൽ വളരെ ലൈവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കോമഡി സ്റ്റാർസിൽ എന്റെ ഒരു സുഹൃത്ത് അരുൺ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ചേട്ടൻ കോമഡി സ്റ്റാർസ് ചെയ്യുന്നു. അപ്പൊ അതിനകത്തൊരു സ്കിറ്റിനകത്തൊരു നാടകത്തിന്റെ ഒരു നാടകം ആയിട്ടാണ് ഇത് പോകുന്നത് സ്കിറ്റ്. അപ്പൊ അതിനകത്ത് നാടകം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നിയപ്പോ പുള്ളി എന്നെ വിളിച്ചിരുന്നു. അത് ഞാൻ ഓൾറെഡി പുള്ളിയോട് മുന്നേ കൂട്ടി പറഞ്ഞിരുന്നു, ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് റീ എൻട്രി ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ചേട്ടന് എന്തെങ്കിലും
അതിനകത്ത് അവസരങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പുള്ളി എന്നെ വിളിച്ചു, പോയി ചെയ്തു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു 4 to 5 ഇയേഴ്സാ, 3 to 4 ഇയേഴ്സ് വേണ്ട ഞാൻ കോമഡി സ്റ്റാർസിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്നു. ആ സമയത്ത് വേറെ ചാനൽസിലൊന്നും പോയിട്ടില്ല, അതിൽ മാത്രമായിട്ട് നിന്നു. അങ്ങനെയാണ് ഞാൻ കോമഡി സ്റ്റാർസിലേക്ക് വരുന്നത്. അവിടെ എന്റെ വീട്ടിലൊരു ഫാൻ ഗേൾ ഉണ്ട്. എന്നെ കാണുമ്പോഴേക്കും ആ മൊബൈലിൽ എടുത്തിട്ട്, "ദാ, അശ്വതി ചേച്ചി." എനിക്കറിയാലോ. അപ്പൊ എപ്പോഴും പറയും. അപ്പൊ ഞാൻ കോമഡി സ്റ്റാർസ് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, കോമഡി ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെ, Basically. തീർച്ചയായും. അത് യൂസ് ചെയ്തിട്ടുണ്ടോ? വെപ്പണായിട്ട് യൂസ് ചെയ്യാം, ഷീൽഡായിട്ട് യൂസ് ചെയ്യാം. ഡെഫിനറ്റ്ലി അങ്ങനെയാണ് പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാന് ഇങ്ങനെ കോമഡി ഇങ്ങനെ പ്രോഗ്രാംസ് ഇങ്ങനെ ചെയ്യണമെങ്കിലും ഇപ്പൊ നീ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ഡയലോഗ്സ്, ഒരു കൗണ്ടേഴ്സ്, അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എന്നോട് പറയുകയാണ്, ചേച്ചി ഇതാണ് സംഭവം, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മാക്സിമം എക്സ്ട്രീം ചെയ്തു തരും. പക്ഷെ നീ ഇപ്പൊ എന്നോട് ഇവിടെ ഇരുന്ന് പറയാണ്, ചേച്ചി ഇങ്ങനെ ഒരു സാധനം, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഇച്ചിരി 2-3 കൗണ്ടർ ഒക്കെ വെച്ചിട്ട് ഒരു സാധനം സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ലടോ. സ്ക്രിപ്റ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സ്ക്രിപ്റ്റിംഗ്. അതെ, ഞാൻ ഇത് ചെയ്യുന്നവരോടൊക്കെ ഞാൻ ചോദിക്കും, നിങ്ങൾ ഇത് എങ്ങനെയാ ചെയ്യണേന്ന്. ബിക്കോസ് എനിക്കത് പറ്റില്ല. ഞാൻ പല ഓർമ്മയില്ലേ, ഇത് നമ്മള് പെർഫോം ചെയ്യാം, ഓക്കെ, പക്ഷെ പെർഫോം ചെയ്യാൻ ഓക്കെ. ഞാനതേ നമ്മുടെ ചേട്ടന്മാരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ചേട്ടാ എനിക്ക് സ്ക്രിപ്റ്റ് നിങ്ങൾ എന്നോട് എഴുതാൻ പറയരുത്, എനിക്കത് എഴുതാൻ അറിയില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറ, ഞാൻ ചെയ്യാം. അപ്പൊ അതായത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് സെൻസ് എനിക്കില്ല. സ്ക്രിപ്റ്റ് സെൻസ് എനിക്ക് തീരെയില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ആ ഭാഗത്ത് കൈവെക്കാൻ. അതുകൊണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെപ്പണായിട്ട് ഷീൽഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ നമ്മളത് അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് സഡനായിട്ട് വരണം ഒരു സിറ്റുവേഷനിൽ. അത് വെപ്പണായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത് അറിഞ്ഞിട്ടാലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെങ്കിലേ നമുക്കത് അവിടെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്കത് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ട് പിന്നെ ചിലപ്പോ എന്താ പറയാ, മറ്റേ എന്തോ വീണ് ചക്ക വീണ് മൊയിൽ ചത്തെന്ന് പറയൂലേ, അതേപോലെ ചില സമയങ്ങളിൽ ചില സിറ്റുവേഷനിൽ എന്തെങ്കിലും പറയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് കോമഡി രൂപത്തില് അയാൾക്കിട്ടൊരു പണി കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ. പിന്നെ ഇതൊക്കെ സഡനായിട്ട് വരേണ്ട കാര്യമാണ്. അതൊന്നും എനിക്ക് അതെ, എനിക്ക് സഡനായിട്ടൊന്നും എനിക്ക് അങ്ങനെ ആക്സിഡന്റലി എന്തെങ്കിലും വരണതല്ലാണ്ട് അങ്ങനെ വരില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗ്യാങ് ആയിട്ടൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ തമാശകൾ ഉണ്ടാക്കി ആ ഗ്യാങ്ങിൽ ഇരുന്നത് ആസ്വദിക്കാനും അത് കേൾക്കാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ലൈക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് ശരിക്കും പെർഫോമേഴ്സ് ആണ്. നമുക്ക് ഈ സ്ക്രിപ്റ്റ്, ഈ നമ്മളെ ഒരു ആപ്പിന്റെ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എന്ന് പറയുന്ന പോലെ, ബാക്ക് എൻഡ് ആണല്ലോ ഈ സ്ക്രിപ്റ്റിങ്. ഫ്രണ്ട് എൻഡ് നമുക്ക് ചെയ്യാം, പെർഫോം ചെയ്യാം, അതാണ്. പക്ഷെ അത് പ്രോസസ് ചെയ്ത് സാധനം ഇടമുണ്ടല്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാല്, ഇപ്പം ഒരു സ്കിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോ ഈ സ്കിറ്റുകളിൽ തന്നെ ചിലത് നമുക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് ഇന്ന ആള് വരുന്നു, ഇന്നത് ഡയലോഗുകൾ പറയുന്നു, അപ്പൊ അയാൾ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചില സ്കിറ്റുകള്, ഇപ്പൊ വെർബൽ കോമഡി ഒക്കെ വെച്ചിട്ടുള്ള ചില സ്ക്രിപ്റ്റുകൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. അതായത് ഇപ്പൊ അതിങ്ങനെ പറയാനേ പറ്റുള്ളൂ, ബാക്കി നമ്മൾ ആക്ഷനിലാണ് കോമഡി മുഴുവൻ. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്റെ ഭർത്താവിന് കൂട്ടുകാരനോട് ഭയങ്കര കണക്ഷൻ. അപ്പൊ എനിക്ക് ആ കൂട്ടുകാരനെ അയാളെ നമ്മൾ കുറച്ച് ദിവസത്തേക്കൊന്നും, ഞാൻ ഈ ഇടയിൽ ചെയ്തൊരു സ്കിറ്റാണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവർ രണ്ടുപേരും തമ്മിലൊന്ന് പിന്നെ കുറച്ച് ദിവസത്തേക്കൊന്ന് പിരിക്കണം. അപ്പൊ ഇയാള് വരുമ്പോ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം. എന്റെ കൂട്ടുകാരനെ വിളിക്കുന്നു, ചോദിക്കുന്നു, ഒരു കാര്യം ചെയ്യാം, പിന്നെ നമുക്ക് എന്തെങ്കിലും ജ്യൂസിൽ കലക്കി കൊടുക്കാം. ക്ലീശയാണ്, അത് ക്ലീശയായിട്ട് തന്നെയാണ് പറയുന്നത്. ഇച്ചിരി പഴയ ഐഡിയ ആണ്, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്നു. ഇത് ജ്യൂസ് കലക്കി കൊണ്ട് വന്നിട്ട് വരുമ്പോ ഈ പുള്ളി വന്നിട്ട് ഈ ജ്യൂസിന്റെ ഗ്ലാസ് വെച്ചിട്ട്
ഞാൻ ഇങ്ങനെ വരുന്നു എന്റെ വണ്ടിയിൽ, അപ്പൊ ഇവിടുന്ന് അവൻ വണ്ടിയിൽ വരുന്നു, പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു വട്ടം ചുറ്റുന്നു, അപ്പോഴത്തേക്കിന് ഈ വണ്ടി ഇടയിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ഗ്ലാസ് വെച്ചിട്ടുള്ള 2-3 പ്ലേ ഉണ്ട്. അപ്പൊ തമ്മില് കൺഫ്യൂഷൻ ആവുക, ഇതിൽ ഏതിലാ കലക്കുക എന്നുള്ള ഫുൾ. അങ്ങനത്തെ കുറെ സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റുകളുണ്ട്. അതൊന്നും നമുക്കൊരിക്കലും ഒരു എന്താ പറയാ സ്റ്റാർട്ട് ടു എൻഡ് ഇന്നതൊക്കെയാണ് പറയേണ്ടത്, ഇങ്ങനെയൊക്കെയാണെന്നൊന്നും സ്റ്റാർട്ട് ടു എൻഡ് പക്ക സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്തു വെക്കാൻ പറ്റത്തില്ല. അത് സ്ക്രിപ്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടായി വരുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. കാര്യം ഇത് ഇങ്ങനെ പ്ലേ ഇങ്ങനെയാണ് പ്ലേ എന്ന് മാത്രമല്ലേ അവിടെ എഴുതാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നു അതൊക്കെ ഫുൾ സ്ക്രിപ്റ്റഡ് ആണ്. അല്ല, അതെന്താ വെച്ചാൽ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത് ചെയ്തു വരുമ്പോ കുറെ മാറും. കാര്യം ഇതിപ്പോ പിന്നെ നമ്മൾ ഇപ്പൊ എത്രയൊക്കെ സ്ക്രിപ്റ്റുകൾ ചെയ്ത് വെച്ചിരുന്നാലും നമ്മുടെ സ്കിറ്റ് ചെയ്യുന്ന സമയത്ത് കുറെയൊക്കെ ഇത് മാറുള്ളൂ. എന്നുവെച്ചാ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കൗണ്ടറുകൾ വരാം, അഡീഷണൽ ചിലപ്പോ പ്ലേ ഒക്കെ കയറി വന്നിട്ടുണ്ട്. ചില സമയത്ത് സ്ക്രിപ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മള് സ്റ്റാർട്ടിങ് അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇടയിൽ ചിലപ്പോ ആരുടെങ്കിലും വായിന്നൊക്കെ എന്തെങ്കിലും വീണിട്ട് ഒരു പ്ലേ ഉണ്ടാവും. ചിലപ്പോ ഒരു ഡാൻസ് കളിക്കാം, അല്ലെങ്കിൽ ഒരു പാട്ട്, ഒരു നാടൻ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്ലേയോ. ചിലപ്പോ ആ പ്ലേ കയറി കഴിയുമ്പോഴത്തേക്കിന് ആ സ്ക്രിപ്റ്റിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറും. പിന്നെ അവിടെ നിന്ന് പിടിച്ച് 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 വേറെ ആയിരിക്കും പോകുന്നത്. ചില സ്ഥലങ്ങളിൽ സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെ പോകും. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മള് ആ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും ആ സ്ക്രിപ്റ്റ് റൈറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു സ്കിറ്റ് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ആവുമ്പോ എത്രത്തോളം നന്നായിരിക്കും മോശമാവുമെന്നും അത് പിന്നെ ചിലപ്പോ നമ്മളിത് ചെയ്തു വരുമ്പോഴും നമുക്ക് അത്ര ചിരിക്കാൻ ഒന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ തോന്നും. പക്ഷെ നമ്മളത് പ്ലേ ചെയ്യുമ്പോ ചിലപ്പോ അത് വലിയ കയറി പോവും. ചിലപ്പോ നമ്മള് ഇങ്ങനെ ഇരുന്ന് സ്ക്രിപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കും. പക്ഷെ ഇതേ സാധനം നമ്മൾ പോയി ഫ്ലോറിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു അനക്കവും ഉണ്ടാവില്ല. അതിന്റെ ഒരു റീസൺ ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുള്ള ഒരു വിഷയമാണ്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ 4 ആൾക്ക് അല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കുന്ന നമുക്ക് പരസ്പരം അറിയാം. നമ്മൾ 4 ആളുള്ളത് നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പം നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്, നമ്മൾ ഒരുമിച്ച് കുറെ കാലമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം നീ ഇവിടെ ഇരുന്നൊരു ചെറിയ കോമഡി പറഞ്ഞാലോ കോമഡി ആക്ഷൻ കാണിച്ചാലോ ഞങ്ങൾക്ക് ചിരി വരും. കാര്യം നിന്നെ ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ചിരി വരും. അപ്പോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നീ ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിരി വന്നിട്ടുണ്ട്. അതായിരിക്കും നമ്മളെല്ലാരും ചിരിക്കുന്നത്. പക്ഷെ ഇതേ സാധനം തന്നെ നീ വേറെ ഓഡിയൻസിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ നീയുമായിട്ട് അത്ര അറ്റാച്ച്ഡ് അല്ലാത്ത വേറൊരാളുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് നീ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്കത് നീ ചെയ്യുന്ന കോമഡി ആയിട്ട് തോന്നണമെന്നില്ല. അതിന്റെ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു. അതായത് ഹ്യൂമർ എന്ന് പറയുന്ന സാധനം നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആളിനോടുള്ള ഇഷ്ടവും പറയുന്നത് അനുസരിച്ചിരിക്കും. അപ്പൊ അയാള് ഭയങ്കര അതാണ് നമ്മുടെ കൂട്ടുകാരായിട്ടിരിക്കുമ്പോ എന്ത് ചളി അടിച്ചാലും നമ്മൾ ചിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചില സമയത്ത് ഇത് ആ സാധനങ്ങളൊന്നും ഒരിക്കലും നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത സാധനങ്ങളാണ്. നമ്മള് വെറും ചളിയായിരിക്കും. പക്ഷെ നമ്മളുടെ ഒരു ബോണ്ടിങ്ങിന്റെ ഇടയിലാണ് അത് വളരെ കോമഡി ആയിട്ടൊക്കെ നമ്മൾ നേരത്തെ നിസ്സാര കാര്യത്തിനൊക്കെ ആയിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കുന്നത്. പക്ഷെ ഈ സാധനമൊന്നും നമ്മൾ പോയിട്ട് ഒരു ഫ്ലോറിൽ അവതരിപ്പിക്കുമ്പോ അവിടെ നിൽക്കുന്ന ക്യാമറാമാനോ അല്ലെങ്കിൽ അവിടെ വരുന്ന ഓഡിയൻസിനോ ഒന്നും അതത്ര ഇതിലെന്താ എന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ കുറെ സ്കിറ്റൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, പൊളിയാൻ സാധ്യതയും ഉണ്ട്. പിന്നെ ഇതൊരു ലക്കാണ്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ചില സിനിമകൾ വിജയിക്കും, ചില സിനിമകൾ പൊട്ടിപ്പോവും. അത് ചിലപ്പോ ഡയറക്ടറിന്റെ കുഴപ്പമാവാം, ചിലപ്പോ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കുഴപ്പമാവാം, മീൻസ് സ്ക്രിപ്റ്റിന്റെ കുഴപ്പമാവാം, ചിലപ്പോൾ ഡയറക്ഷന്റെ കുഴപ്പമാവാം, ചിലപ്പോൾ ക്യാമറയുടെ മേക്കിങ്ങിന്റെ കുഴപ്പമാവാം, ചിലപ്പോ ആക്ടേഴ്സിന്റെ കുഴപ്പമാവാം. കാരണം നമ്മൾ ഈ ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, അയ്യോ നല്ല ത്രെഡായിരുന്നു, നല്ല സ്റ്റോറി ആയിരുന്നു, മേ ബി കുറച്ചുകൂടി നന്നായിട്ട് ഡയറക്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് നല്ല രസമായിട്ട് കയറി പോയേനേന്ന് പറയും. ചിലപ്പോ നമ്മൾ പറയും, അയ്യോ നല്ല കഥയും നല്ല മേക്കിങ്ങും, കുറച്ചുകൂടി അഭിനയിക്കാൻ അയാൾ അഭിനയിച്ചുകൊണ്ട് മാത്രം പോയതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സ്കിറ്റുകളും. ചിലപ്പോ മേ ബി സ്ക്രിപ്റ്റിന് ടീം വർക്കാണ് അതില് എന്തൊരെണ്ണം പൊളിഞ്ഞാലും. അതെ, അത് പിന്നെ എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട് ഈ കാര്യത്തിലെന്നല്ല. ഇപ്പൊ ഈ നമ്മുടെ ഈ വീഡിയോസില് അല്ലെങ്കിൽ നമ്മളെ ഇത് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാര് ഇത് കാണുകയും ചെയ്യും,
ഒരു 10 സ്കിറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മളെ കൈയടിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് ആരാധിച്ചിരിക്കുന്ന ഓഡിയൻസ് ഈ 11ാമത്തെ സ്കിറ്റ് പൊളിയുമ്പോ തന്തയ്ക്കും തള്ളയ്ക്കും വായി കൊള്ളാവുന്നതും കൊള്ളൂലാത്തതും ഒക്കെ ഈ താഴെ വരുന്ന കമന്റ്സ് ഇടുന്നില്ലേ, അത് ഞാൻ എപ്പോഴും ആലോചിച്ചത് എന്തൊരു എന്തൊരു വികാരമാണ് ഇവർക്ക് ഉണ്ടാവുന്നതെന്ന്. ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് വാച്ച് ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒക്കെ അവർ ലാലേട്ടനെയും മിക്കനെയൊക്കെ നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ അത്രയും അവരുടെ പെർഫോമൻസ് എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ പോട്ടെ, വേറെ ഒരുപാട് അവര് വലിയ ലെജൻസ് ആണ് നിൽക്കാൻ, അത്രയ്ക്കൊന്നും പോണ്ട, അല്ലാതെ തന്നെ ആൾക്കാരുണ്ട്. അവര് ചെയ്യുന്ന 10 പടവും നല്ല രസമായിട്ട് 11ാമത്തെ പടം മോശമാകുമ്പോഴത്തേക്കിനും അത്രയും ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊന്നും ഒരിക്കലും അവര് അയ്യേ എന്തുവാ അത്, അവന് വേറെ പണി അങ്ങനെ നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം അതിന് ഇതുപോലെ ഒരുപാട് റീസൺസ് ഉണ്ടാവാം അത് പൊളിഞ്ഞു പോയത്. പക്ഷെ ഇവര് ഇത് ചിന്തിക്കാണ്ട് ഈ താഴെ ഇങ്ങനെ ഇങ്ങനെ നിരന്തരമായിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോ ഞാനത് കാണുമ്പോ ആലോചിച്ചിട്ടുണ്ട്, അവരുടെ ആ ഒരു മനോവികാരം എന്താണ് ഇത് പറയുമ്പോ കിട്ടുന്നൊരു മനോവികാരം. അവർക്ക് ചിന്തിക്കാമല്ലോ, അവര് 10 സ്കിറ്റ് ചെയ്തപ്പോ ഒരെണ്ണമാണ് പൊളിഞ്ഞു പോയത്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. അത് ചിലപ്പോ സ്ക്രിപ്റ്റിന്റെ ആയിരിക്കാം, ചിലപ്പോ അല്ല അഭിനയിച്ചതിന്റെ ആയിരിക്കാം, ഒക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനത്തെ കമന്റ്സുകൾ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചില സമയത്ത് നന്നായിട്ട് വിഷമം. പിന്നെ അത് ഇഗ്നോർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എല്ലാരും പറയുന്നത് തന്നെയാണ്, അത് എടുക്കരുത്, ഇഗ്നോർ ചെയ്യുക. പക്ഷെ ഞാൻ അങ്ങനെ കമന്റ്സ് നോക്കുന്ന ആളല്ല കേട്ടോ, ഞാൻ അങ്ങനെ കമന്റ്സ് നോക്കാറില്ല. എന്നാലും ചില സമയത്ത് നമ്മള് കണ്ടു കഴിയുമ്പോ നോക്കും. ഞാൻ ആ ഫ്ലവേഴ്സില് സുനി ചന്ദ്രയും ചെയ്യുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ ചിലപ്പോ ഏതെങ്കിലും എപ്പിസോഡ് കാണാൻ പറ്റാത്തത് യൂട്യൂബിൽ കയറിയിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പൊ അത് കാണുന്ന സമയത്ത് അതിന്റെ താഴെ ഇങ്ങനെ കമന്റ്സുകൾ വായിക്കാറുണ്ട്. അപ്പൊ ഈ വായിക്കുന്ന സമയത്ത് തന്നെ ഈ എന്നെയൊക്കെ പറ്റിട്ട് എന്തൊക്കെ നെഗറ്റീവുകൾ അതിനകത്ത് ഇടുന്ന് അറിയോ. ഇപ്പൊ ഈ തള്ള എന്താ ഇങ്ങനെ, അതൊക്കെ വരുന്ന കമന്റുകളാ. ഈ തള്ള എന്താ ഇങ്ങനെ, ഇവരെന്താ ഇങ്ങനെ ഓവറായിട്ട് കിടന്ന് അഭിനയിക്കുന്നേ, ഓവറായിട്ട് കിടന്ന് ചാടുന്നത്, ഇവർ അങ്ങനെയൊക്കെ പറ്റ കുറെയൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും, ഞാൻ അത്രയും മോശമാണോ, ഞാൻ അഭിനയിക്കുന്ന അത്രയും പ്രശ്നമാണോ എന്ന് ചില സമയത്ത് ഞാൻ ചിന്തിച്ചിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാ അത് ഒരു അല്ലെങ്കിൽ പോട്ടെ ഒരു 5% ആൾക്കാരാട്ടോ അങ്ങനെ ഇടുന്നേ. ബാക്കി 95% ആൾക്കാരും നമ്മുടെ കൂടെ നിൽക്കുമ്പോ നമുക്ക് പിന്നെ ഒരു സ്ട്രെങ്ത് ആണ്. നമ്മൾ എങ്ങനെ അത് നോക്കുന്നത്? ഇത്രയും പേര് അങ്ങനെയാണെങ്കിൽ 95% ആൾക്കാർ മോശം പറയണ്ടേ, 5% അല്ലേ അങ്ങനെ ഇടുന്നേ. അപ്പൊ വിചാരിക്കും അത് വിടാം, നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ പെർഫോം ചെയ്യാം. അതിന്റെ വേറൊരു വശം വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഓഡിയൻസിന്റെ മെന്റാലിറ്റി അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് അനുസരിച്ച്. ഇപ്പൊ ചിലർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷെ അവരുടെ കണ്ടന്റ് നമുക്ക് തന്നെ കാണുന്നവർക്കും അറിയാം ചവറാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഒന്ന് എന്താ പറയുക, റിലേറ്റബിലിറ്റി, ഇങ്ങനെ കുറെ വൈറൽ സൈക്കോളജി ബേസ് ചെയ്തൊരു സംഭവം ഉണ്ട് അവിടെ. അപ്പൊ അതുകൂടാതെ ഇവർക്ക് അപ്പൊ റിലേറ്റ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ എപ്പോഴും കണ്ടിങ്ങനെ ടൈം പോവാ, അവരോട് അവർക്ക് അത്രയും ഡെപ്ത് ഉണ്ടാവും. അതേസമയം വേറെ എന്തെങ്കിലും ഒരു സംഭവം, അതായത് ഇപ്പൊ ഒരു റേസിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുത്തൻ, അതില് അവൻ ഫോളോ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു റേസിംഗ് ചെയ്യുന്ന ഒരുത്തൻ ഡെയിലി ബ്ലോഗ് ഒക്കെ ഇപ്പോഴാന്ന് ഇരിക്കട്ടെ, അപ്പൊ അവന്റെ ജേർണി ഇവന് ഭയങ്കര ഡീപ്പ് ആയിരിക്കും. അപ്പൊ അവൻ അത് കണക്ട് ചെയ്യുന്ന പോലെയല്ല ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരാളുടെ അങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോ സിനിമാക്കാര് ചിലപ്പോ അങ്ങനെയായിരിക്കും ഭൂരിഭാഗവും. ഈ ഫിലിം എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ്. അപ്പൊ അവര് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ആളുകളായിട്ട് തന്നെയാണ്. അപ്പൊ അവർക്ക് അതിനപ്പുറത്തേക്കൊരു അറ്റാച്ച്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഫാൻ ഫോളോയിങ്ങും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമേ. അങ്ങനെ വന്നു കഴിയുമ്പോ ഇവരാരെങ്കിലും കുറ്റം പറഞ്ഞു, ഇപ്പൊ മോഹൻലാലിനെ ആരെങ്കിലും കുറ്റം പറയാം, മോഹൻലാൽ ഫാൻസ് വന്നു. ആ ഒരു ഇതിലേക്ക് എത്തുന്നവരെയും ഇങ്ങനെ ഈ സ്ട്രഗിള് നിങ്ങൾ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി. അല്ല ശരിയാണ്, പിന്നെ നമുക്ക് ഫേസ് ചെയ്തേ പറ്റൂ. നമ്മളത് പബ്ലിക്കിന്റെ മുമ്പിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ ചെയ്യാണ്ട് വെറുതെ വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്താ പറയാ, നമ്മുടെ ഒരു ജോലി പോലെയാണല്ലോ. നമ്മള് ആരെന്ത് പറഞ്ഞാലും നമുക്ക് ജോലിക്ക് പോയല്ലേ പറ്റൂ. ഇതിപ്പോ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു അതിലൊക്കെ ഉപരി അതിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഒരു ഇത് നമുക്കൊരു ജോലി പോലെ ഏർണിങ്സ് ആണ്. നമ്മുടെ കാര്യം, നമ്മുടെ പല കാര്യങ്ങളും നടക്കണമെങ്കിൽ ഞാൻ ഇന്നും എന്റെ
എനിക്കൊരു കാര്യം വന്നാൽ എന്റെ ഭർത്താവിനോട് ചോദിക്കാൻ മടിയുള്ള ഒരാളാണ്. മീൻസ് പ്രത്യേകിച്ച് കാശിന്റെ കാര്യം അത് എടുത്തു പറയണ്ട, തുടക്കത്തിലേ പറഞ്ഞില്ലേ എന്റെ പ്രൊഫഷൻ. അതെ. എനിക്ക് എനിക്ക് അങ്ങനെ ചോദിക്കാൻ ഇന്നും മടിയാണ് എനിക്ക്. അത് ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്തതിന് ശേഷം കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞൊരു 2-3 ഇയേഴ്സ് ഒരു 2-3 ഇയേഴ്സ് വരെയൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ വളരെ വല്ലപ്പോഴും ഒരു എന്തെങ്കിലും ഒരു നാടകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴോ ഒക്കെ ഉണ്ടായ ഏർണിങ്സ് ഉണ്ട് എന്നുള്ളതല്ലാണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കല്യാണത്തിന് മുന്നേ ഞാൻ ഏൺ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. സ്വന്തമായിട്ട് പ്രോഗ്രാംസ്, ഡാൻസ് ഷോസ് ചെയ്ത് സ്വന്തമായിട്ട് ഏൺ ചെയ്തുകൊണ്ടിരുന്ന ആള് തന്നെയാണ് ഞാൻ. പക്ഷെ അവിടെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ ലൈഫ് വ്യത്യാസം വന്നു. മറ്റൊരു സ്വന്തം വീട്ടില്, ഇത് ഹസ്ബൻഡിന്റെ വീട്, അത് രണ്ട് ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോ കല്യാണം കഴിഞ്ഞതിന് ശേഷം വളരെ ഒരു 2-3 വർഷം വരെ ഞാൻ ആളെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അതെനിക്ക് പറയാൻ മടിയൊന്നുമില്ല, ആളെ തന്നെയാണ്. അല്ല പലർക്കും മടിയാണെന്ന് ഇപ്പോ ഉള്ള സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ ഞാൻ പുള്ളിനെ ഡിപ്പെൻഡ് ചെയ്ത്, പുള്ളി തന്നെയാണ് എന്റെ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എനിക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ എല്ലാ കാര്യത്തിനും പുള്ളി തന്നെയാണ് എന്നെ നോക്കിയിരുന്നത്. പക്ഷെ അവിടെ നിന്ന് മാറി നമ്മള് നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുമല്ലോ. അപ്പൊ ആ ഒരു ടൈം കഴിയുമ്പോ പിന്നെ നമുക്ക് അത് കുറച്ച് മടിയാണ്. അത് നമ്മുടെ ഈഗോ ആണോ എന്താണെന്ന് എനിക്കറിയില്ല, ചിലപ്പോ അങ്ങനെയും പറയായിരിക്കും. നമുക്ക് ചോദിച്ച് പക്ഷെ ഞാനത് ആളോട് അങ്ങനെ പറഞ്ഞിട്ടുമില്ല, അയ്യോ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ മടിയാണ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം പിന്നെ നമ്മൾ ചോദിക്കാൻ എന്താ പറയാ, അത് എന്തോ ഒരു ഫീലിംഗ് ആണത്. ഇനി നാളെ ഇനി ചിലപ്പോ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും ഓപ്ഷനിലേക്ക് ചോദിക്കും. അത് വേറെ കാര്യം ഞാൻ ചോദിക്കും, കിച്ചു ഒന്നുമില്ല എന്ന് ചോദിക്കും. പക്ഷെ പുള്ളിക്ക് അങ്ങനത്തെ ഈഗോ ഒന്നുമില്ല, ഒരു ഈഗോയും ഇല്ല. പുള്ളി അച്ചു ഉണ്ടല്ലോ അല്ലേ, ഒന്നിട്ടേക്കണേ. അത് ആൾക്ക് അങ്ങനെ, ആളെത്രയോ വർഷം കൊണ്ട് സമ്പാദിക്കുന്നു, ഏൺ ചെയ്യുന്നു, ആള് ജോലിക്ക് പോകുന്നു. പക്ഷെ ഇന്നും ആൾക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. എനിക്ക് ചോദിക്കാൻ മടിയാണ് അല്ലെ അങ്ങനൊന്നുമില്ല. അതുപോലെ തന്നെയാണ് പുള്ളിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിന്റെ ഒരു എന്താ പറയാ ഒരു സ്മോൾ എമൗണ്ട് മാത്രം പുള്ളി ഇട്ടിട്ട് ബാക്കി മുഴുവൻ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്റെ അക്കൗണ്ടിൽ ഇട്ട് വെക്കും. എന്നിട്ട് പറയും അത് അവിടെ കിടന്നോട്ടെ, എന്റെ കിടന്നാൽ ശരിയാവൂല, അത് അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെയിലേക്ക് ഇടും. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. പുള്ളിക്ക് അങ്ങനെ. പിന്നെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ നിന്റെ പൈസ എന്റെ പൈസ എന്ന് പറഞ്ഞിട്ടൊരു കണക്ക് പറച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ മേടിച്ചാലും അല്ലെങ്കിൽ ഇപ്പം അങ്ങനത്തെ ഒരു അങ്ങനെ കണക്ക് പറയാ പല ഫാമിലിയിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഈവൻ ഇപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിന്റെ ആണെങ്കിലും ഒക്കെ ഫാമിലിയിൽ ഇങ്ങനെ അങ്ങനത്തെ ടോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ നീ ചെലവാക്കിയില്ലേ, ഞാൻ ചെലവാക്കിയില്ലേ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ച പൈസ, എന്റെ കയ്യിൽ നിന്ന് നീ മേടിച്ച പൈസ എന്നൊക്കെ ഉള്ളൊരു. പക്ഷെ ഞങ്ങക്ക് അങ്ങനെ ഒരു ടോക്ക് നല്ലത്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ കേസിൽ വേറൊരു സംഭവം എന്താന്ന് വെച്ചാല്, ഈ കുറെ ആക്ടേഴ്സ് അനാവശ്യ പ്രൊമോഷൻ അതിന്റെ പേരിലും ഈ ഹേറ്റ് വരാറുണ്ട്. അതും ഒരു മൾട്ടി ഫാക്ടേഴ്സ്. അപ്പൊ അജയ് ചേച്ചിയുടെ ലൈഫില് സ്മൈല് സർവൈവലിന് എത്രത്തോളം ആവശ്യമായിട്ട് തോന്നിയിട്ടുണ്ട്? ഭയങ്കര എന്താ പറയാ, എനിക്ക് തോന്നുന്നു 90% അത് വേണം എന്ന് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ നിൽക്കുന്ന പ്രൊഫഷണലി ഏറ്റവും ഞാൻ നിൽക്കുന്ന ഈ പ്രൊഫഷണലില് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ സ്മൈല്. നമുക്ക് ഈ പ്രൊഫഷനിൽ സർവൈവ് ചെയ്യണമെങ്കിൽ, സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യണമെന്ന് പോട്ടെ, അത് സെക്കൻഡ് ആണ്. പക്ഷെ പ്രൊഫഷണലി നമ്മൾ ഈ പ്രൊഫഷനിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ സ്മൈലിന് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം ഈ നമ്മുടെ പ്രൊഫഷനിൽ നമുക്ക് സ്ഥായി ആയിട്ടുള്ള ശത്രുക്കള് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് വെക്കില്ലാലും പരമാവധി വെക്കില്ല.
വെക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ ഞാൻ നിന്നെ എന്റെ ശത്രുവാക്കി വെച്ചിട്ട് നമ്മുടെ പ്രൊഫഷനിൽ കാര്യമില്ല. കാര്യം നാളെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. നാളെ നമ്മൾ ചിലപ്പോൾ ഒരുമിച്ചായിരിക്കാം ഒരു യാത്ര പോകേണ്ടി വരുന്നത്, ഒരു ഷോയ്ക്ക് പോകേണ്ടി വരുന്നത്. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കും ആർട്ടിസ്റ്റുകളാകുമ്പോഴത്തേക്കിനും. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചിലപ്പോൾ നമ്മളൊരു ഒരു ഒരു ഫ്രണ്ടിനെ, നമ്മുടെ ലൈഫിലേക്ക് വന്നൊരു ഫ്രണ്ടിനെ നമ്മൾ ഹേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ആളെ ശത്രുവാക്കി, അയാൾ നമ്മളെ എനിമിയാണ്. നമുക്ക് അയാളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമ്മൾ വിചാരിക്കണം അയാള് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കണം ഓക്കെ അയാളെ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന്. പക്ഷെ പ്രൊഫഷണലി അതല്ല. പ്രൊഫഷണലി ഞാൻ ഒരാളെ ശത്രുവാക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാതെയും അയാൾ നമ്മുടെ ലൈഫിലേക്ക് കണക്ട് ആയിക്കൊണ്ടിരിക്കും. അയാൾ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട്. അതാണ് ഈ ഫീൽഡിന്റെ ഒരു പ്രശ്നം. അയാൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് പിന്നെയും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ. കാര്യം അയാളുടെ പ്രൊഫഷനും ഇതാണ്, നമ്മുടെ പ്രൊഫഷനും ഇതാണ്. അപ്പൊ പല പരിപാടികളിലും പലയിടത്തും പല സ്ഥലങ്ങളിലും നമ്മൾ ചിലപ്പോൾ മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ നമ്മൾ ശത്രുവാക്കി വെച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല അതൊരു ഹിഡൻ ഡേഞ്ചറും കൂടിയാണ്. ആണ്. കാര്യം പുള്ളി ഒരു വർക്ക് വരുമ്പോൾ പുള്ളി പറയുകയാണെങ്കിൽ ഞാൻ ആ പെൺകുച്ചിട്ട് ശരിയാവില്ല, വിട്ടേക്ക് കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. ചിലപ്പോൾ എനിക്ക് കിട്ടുന്നത് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സമയത്തായിരിക്കാം അയാളെ അങ്ങനെ പറയുന്നത്. അതെനിക്ക് പോയില്ലേ. കാരണം നമ്മുടെ പ്രൊഫഷൻ നമുക്കത് വലുതല്ലേ. അപ്പൊ പരമാവധി എല്ലാരോടും ഹാ ചേട്ടാ ചേച്ചി അടിപൊളിയല്ലേ സുഖല്ലേ സ്മൈലിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ചിലപ്പോ നമുക്ക് ഈ ചില റീസണുകളില്ലാതെ നമ്മൾ ചില ആൾക്കാരെ ഇഷ്ടം ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അതിന്റെ റീസൺ എന്താ? റീസൺ എന്താന്ന് ചോദിച്ചാ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല, പക്ഷെ എന്തോ ഇഷ്ടമല്ല. അങ്ങനെ ഒരുപാട് നമ്മുടെ ഇല്ലേ, നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവും ചിലപ്പോ അങ്ങനെ. നമുക്കത് പലപ്പോഴും ഞാൻ അങ്ങനെ വരുമ്പോഴല്ല ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, എനിക്കൊരു ഒരു റീസൺ പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് നല്ല രീതിയിൽ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ടി വരും. കാരണം എനിക്ക് ഒരു റീസണും ഇല്ലാതെ ഞാൻ മറ്റേ ആളെ വെറുതെ തിരിയില്ല. അപ്പം ഒരു പക്ഷെ അയാളുടെ ഡ്രസ്സിങ് ആയിരിക്കും എന്തിനാ ഇപ്പൊ ആ ഡ്രസ്സിങ് തന്നെ എന്തുകൊണ്ട് ചിലപ്പോ എനിക്ക് പണ്ട് ഇഷ്ടമല്ലാത്ത ഒരാളെ പോലെ അയാളെ ഓർമ്മ വരുത്തണം, അയാളുടെ ഡ്രോമയാവാം. അപ്പൊ ഞാനപ്പം സ്ഥിരമായിട്ട് ഇപ്പൊ എന്നെ പറ്റിച്ചിട്ടുള്ള ആളുകൾ, അപ്പൊ ഇവർക്ക് ചിലർക്കൊക്കെ ഒരു സിമിലർ ട്രെയിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് കാണുമ്പോ അങ്ങനെ ഒരു ട്രെയിറ്റ് വേറെ ഒരു പുതിയൊരാളുകൾ കാണുമ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ബാക്കിലേക്ക്. എനിക്ക് എതിർപ്പൊന്നും ഇല്ല, പക്ഷെ പലരും അത് ഇത് നീ പറഞ്ഞ പോലെ പലരും ചിന്തിക്കാൻ തയ്യാറല്ല. ചിന്തിക്കില്ല എന്തുകൊണ്ട് വൈ എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് നമ്മൾ മെനക്കെട്ടെന്ന് ചിന്തിക്കാറില്ല. ഇഷ്ടമല്ല അതുകൊണ്ട് ആ വഴിക്ക് അങ്ങ് വിട്ടു. കാരണം ചിന്തിക്കുന്ന മെനക്കേടാ. അതാ പറയാ ഇത് എന്താണ് കണക്ഷൻ വരുന്നത് ചിന്തിക്കാൻ മെനക്കേടാ. അപ്പം എനിക്ക് നേരത്തെ അതെനിക്ക് വിഷമം ഉണ്ടായതാണ്. അത് ഓർത്ത് അയ്യോ ആ ഡ്രോമയിലാണ് പിന്നെ നമ്മൾ അത് ഓർത്തു. പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട് നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യണോ. അയാൾ നമുക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ അവരെ വെറുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അവരെ ഇഷ്ടമല്ല. ഇല്ല ഇതേപോലെ നമ്മളെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അല്ല അത് സർവൈവൽ ഇൻസ്റ്റിക്റ്റ്. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അതായത് ഞാൻ ഇറങ്ങുമ്പോ ഒരു 10 സിംഹം ഇങ്ങോട്ട് മറന്നു, അതിൽ 10 എണ്ണത്തിന് എന്നെ ആക്രമിക്കണമെന്ന് ആഗ്രഹിക്കില്ല. എന്നും വെച്ച് ഞാൻ അവിടെ നിന്നിട്ട് ഇതിൽ ഏതാ നിങ്ങളൊക്കെ ചോദിക്കുന്നില്ലല്ലോ, ഞാൻ കാണുമ്പോഴേ ഓടും അത്രേ ഉള്ളു. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും നമ്മുടെ ലൈഫില്. പക്ഷെ അവരോടാണെങ്കിൽ പോലും നമ്മൾ ചിരിച്ച് നിക്കണം. അതായത് അടിപൊളി. അന്ന് കൊറേ അഭിനയാണോ ഈ ചിരി എന്ന് പറയുന്നത്. പലരും അഭിനയിക്കുന്നതാണ് അല്ലേ. പലരിടത്തും പല സിറ്റുവേഷനിൽ ഈ ചിരിച്ച് അഭിനയിക്കുക, അല്ലെ ജെന്യൂൻ ആയിട്ടുള്ള ചിരിയൊന്നും ആവില്ലത്. ആകെ നമുക്ക് ചിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം എനിക്ക് തോന്നിയിട്ടുള്ള മരിപ്പീട് മാത്രം. ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് ഇപ്പൊ ചീത്ത പറയണം. ഓക്കെ സാർ, അതെ അതൊരു ജോലി സ്ഥലത്ത് അതായത് സ്മൈൽ എന്ന് പറഞ്ഞ വലിയ ഘടകമാണ്, ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമുക്ക് ഒരിക്കലും
അത് ഇല്ലാണ്ടൊരു നമുക്ക് എത്ര ദേഷ്യം വന്ന ഒരാളാണെങ്കിലും നമുക്ക് അവിടെ അയാളെ വെറുപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചിരിച്ചു നിന്നല്ലേ പറ്റൂ. കാരണം ചേച്ചി അത് പറഞ്ഞപ്പോഴാണ് ലൈക്ക് ഇങ്ങനൊരു അപകടം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇതിന് അതുവരെ ആരും എന്താ പറയുന്നത്, എല്ലാവരും ഹായ് ബൈ അങ്ങനെ അതല്ല, അതിന് പിന്നിൽ ഇങ്ങനൊരു പേര് ഉള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തതെന്നുള്ള. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ ഇപ്പോഴും ഉണ്ട്, മുമ്പും ഉണ്ട്. ഒരുപാട് ഒരുപാട് പിന്നെ ഞാൻ പിന്നെ പൊതുവെ അങ്ങനെ എല്ലാവരോടും പിണങ്ങുന്ന ഒരു ടൈപ്പ് അല്ല. ഞാൻ അങ്ങനെ പിണങ്ങി ഇരിക്കാറില്ല ആരുടെ. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ഒക്കെ ഒരു പിണക്കം ഉള്ളിൽ തട്ടിയാൽ തന്നെ ഞാൻ അത് പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യും. ഇപ്പൊ നീ ചെയ്തൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിന്നോടത് എക്സ്പ്രസ് ചെയ്യും പെട്ടെന്ന്. അപ്പൊ തന്നെ നിനക്കത് മനസ്സിലാവും. നിനക്ക് ഈഗോ ഇല്ലെങ്കിൽ നീ എന്നോട് ചോദിക്കും. മനസ്സിലാവുന്ന മാത്രല്ല, മനസ്സിലാവുന്നിടത്തല്ല, നമ്മളോട് തിരിച്ചു വന്നത് ചോദിക്കുന്നിടത്താണ് കാര്യം. ഒരു സോറി പറയാ. എന്തുകൊണ്ട് നീ അത് നമ്മളെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വന്ന് ചോദിക്കുള്ളൂ. എന്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് ഇങ്ങനെ പിണങ്ങി നടക്കണു, എന്താണ് നിനക്ക് എൻ്റെ അടുത്തുള്ളൊരു പ്രശ്നം, നീ തുറന്ന് പറയേ, എന്നാ നമുക്കതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പൊ തന്നെ നമുക്കത് പറയാൻ തോന്നും അവരോട്. നീ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് അത് ഒളിച്ചു വെച്ചു, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തു, ഞാൻ അതുകൊണ്ടാണ് നിന്നോട് മിണ്ടാത്തെ. എടി സോറി എടി, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല, ഞാനത് എന്തോ വിട്ടുപോയതാ, സോറി എന്ന് പറയുന്നത് തീർന്നു. പക്ഷെ അയാൾക്ക് ഈഗോ ആണെങ്കിൽ അയാൾ ചിന്തിക്കും, അവൾക്ക് എൻ്റെ അടുത്ത് മിണ്ടാൻ വൈകി, ഞാൻ എന്തിനാ പോയി മിണ്ടണ്ട, അവളങ്ങനെ മിണ്ടാതെ നടക്കട്ടെ, ഞാനും മിണ്ടുന്നില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻ അവിടെ ഇങ്ങനെ വിള്ളല് വീണു. അവിടെ ഭയങ്കരമായിട്ട്, അതായത് നമ്മുടെ ആബ്സെൻസ് അഫക്ട് ചെയ്യുന്നിടത്ത് മാത്രമേ ശരിക്കും അങ്ങനെ ആൾക്കാർക്ക് അത് ചോദിക്കും കൂടെ. അതിപ്പോ നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഞാൻ പരമാവധി അങ്ങനെ അല്ലെങ്കിൽ പോലും ചിലപ്പോ അവരുടെ ആബ്സെൻസ് നമുക്ക് ഒന്നും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, എന്നാലും ഞാൻ പോയി ചോദിക്കും. എന്ത് പറ്റി, എന്താണ് ഒരു മൈൻഡില്ലല്ലോ, ഇപ്പൊ എന്നെ കണ്ടിട്ട് പണ്ടത്തെ പോലെ അല്ലല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെയാണെങ്കിലും പോയിട്ട് ഇങ്ങനെ തമാശ പോലെയൊക്കെ ഞാൻ പോയി ചോദിക്കും. എനിക്കങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ ഈ പ്രൊഫഷനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടല്ല, അല്ലാതെ തന്നെ എനിക്കങ്ങനെ ആരെയും ഇങ്ങനെ പിണക്കിയിട്ട് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. എല്ലാരും എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ചിരിച്ചും സംസാരിച്ചും കമ്പനി ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പരമാവധി പിണങ്ങാൻ നോക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും പിണക്കമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോയി ചോദിക്കും എന്താണ്. ഇതുവരെയുള്ള ഓഡിയൻസും എല്ലാവരെയും വായിച്ചു കളയാണ്. ഓക്കെ, ആരായിരിക്കും അശ്വതി ചേച്ചിയുടെ കൂടെ ലൈഫിൽ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളോ അല്ലെങ്കിൽ ആളുകൾ? ഓഡിയൻസിനെ വിട്ടിട്ടോ? ഓഡിയൻസിനെ. ഓഡിയൻസ് അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, കൂടെ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് അവർ കണ്ടു കാഴ്ചക്കാരായിട്ടുണ്ട് ലൈഫില്. ഓക്കെ, അപ്പോ ഇവരാരും ഇല്ല എന്നിരിക്കട്ടെ, ഓഡിയൻസിനെ എല്ലാം നമുക്ക് കട്ട് ചെയ്തേ. ഹൂ ഈസ് ലെസ് സ്റ്റാൻഡിങ് കൂടെ? അമ്മ, അച്ഛൻ, കിച്ചു, ഈവൻ എന്റെ സിസ്റ്ററിനെ പോലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ സിസ്റ്റർ അല്ല, ചേച്ചിയുടെ ഞാൻ കുറ്റായിട്ട് പറഞ്ഞതല്ല. എല്ലാവർക്കും ലൈഫാണ് ബ്രിൻഡോ. നമുക്ക് ഇപ്പൊ ഈ അച്ഛനമ്മ ഹസ്ബൻഡ് എന്ന് പറഞ്ഞത് ഹസ്ബൻഡിനെ ഞാൻ പ്രസന്റ്ലി പറഞ്ഞതാണ്. കാരണം പ്രസന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് പുള്ളി കൂടെ നിൽക്കും എന്നാ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഫ്യൂച്ചർ എന്താവും എനിക്കറിയില്ല. പിന്നെ എന്തൊക്കെ വന്നാലും എന്റെ അച്ഛനമ്മ എന്റെ കൂടെ നിൽക്കും എന്നുള്ളത് എനിക്കറിയാം. അവരുടെ മരണം വരെ, അല്ലെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കും ആദ്യം മരിക്കും, എനിക്കറിയില്ല. ആരായാലും എന്റെ അവസാനം വരെ അല്ലെങ്കിൽ അവരുടെ അവസാനം വരെ എന്റെ കൂടെ അവര് നിൽക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പിന്നെ പ്രസന്റ്ലി എന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം ഫ്യൂച്ചർ എന്തായിരിക്കും ഇപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യമൊന്നും നമുക്കറിയില്ല. അതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ആരെയും പറയാത്തതിന്റെ കാരണം നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഞാനെന്നല്ല, ആരും നമ്മുടെ കൂടെ അവസാനം വരെ ഉണ്ടാവുമെന്ന് നമ്മൾ ആരെയും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അവരില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ് ഇന്ന ആള് ലൈഫ് ലോങ് എന്റെ കൂടെ നിൽക്കും, കട്ടയ്ക്ക്. നമ്മുടെ അതൊരു ഹോപ്പാണ് നമ്മുടെ ഉള്ളില്. നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ടൊക്കെ ഇരിക്കുന്നു.
നാളെ ഒരു കാര്യം വരുമ്പോ, അല്ലെങ്കിൽ നാളെ ഒരു കാര്യം വന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നപ്പോ ഇവര് നമ്മളെ വിട്ടിട്ട് പോയാൽ ഉം. നമ്മൾ തകർന്നില്ലേ അപ്പൊ? അപ്പം അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ വിട്ടിട്ട് പോകില്ല എന്ന പ്രതീക്ഷയുള്ള ആയിരുന്നാണ് ഞാൻ ചോദിച്ചത്. ലൈക്ക് ആണോ? നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നാളെ ഇത് കഴിഞ്ഞ നാളെ നമ്മളുണ്ടാവും നമുക്ക് അറിഞ്ഞുകൂടാ. മുല്ലപ്പെരിയാർ പൊട്ടിയാ തീരാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ പക്ഷെ നമ്മള് അതാ പ്രതീക്ഷിക്കും. ഞാൻ പറഞ്ഞു. എന്റെ ഇതില് നിലവില് ഹസ്ബൻഡും എന്റെ ഫാമിലി, എന്റെ അച്ഛൻ, അമ്മ, അതല്ലാണ്ട് ഒരാളും ഉം. ഒരാളും അതാണ് ഞാൻ ചോദിച്ചത്. ഒരാളും ഇല്ല. സോ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ്, ഇപ്പം തിയേറ്റർ ആയിക്കോട്ടെ, മൂവീസ് ആയിക്കോട്ടെ, like, ഇത് ഞാൻ തന്നെ അല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇത് പെർഫോം ചെയ്തത് ഞാൻ Perform തന്നെയല്ലേ? ചെയ്ത്. ആ. ഉണ്ട്. അതായത് എനിക്ക് അഭിനയിക്കേണ്ടി വരുന്നില്ല, ഇത് ഞാൻ തന്നെയാണ്. അല്ല, അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്തു? ഇല്ല. അങ്ങനെ എനിക്ക് ഇതുവരെ ഞാനുമായിട്ട് ഭയങ്കര റിസംബ്ലൻസ് ഉള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ പെർഫോം ചെയ്തതിന് പിന്നെ ശേഷം കണ്ടപ്പോൾ, അല്ലെങ്കിൽ ക്ലിപ്പിംഗ്സ് ഒക്കെ കാണുമ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്തേ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന എങ്ങനെ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് തോന്നിയിട്ടുണ്ട്. അത് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കോമഡി സ്റ്റാർസിലൊക്കെ ചെയ്തപ്പോഴും ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ പെർഫോം ചെയ്യണത് പിന്നെ ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ആ പോയിന്റിൽ ഇത് ഇങ്ങനെ ചെയ്തേ. ഞാനത് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്പോഴൊന്നും എന്റെ മൈൻഡിൽ ഇല്ലാത്തൊരു സാധനമായിരിക്കും. പക്ഷെ അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ആ എനർജിയും ആ ഒരു സാധനം അങ്ങനെ 2-3 ക്യാരക്ടേഴ്സിലൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ജീവിക്കായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. തോന്നാതെ. അപ്പൊ ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, മെൻ ആൻഡ് വിമൻ, ഇവർ രണ്ടുപേർക്കും സൊസൈറ്റിയിൽ കാണുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫ്, രണ്ടുപേർക്കും രണ്ടായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേർക്കും സെയിം ആയിരിക്കാം എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്? വിശ്വസിക്കുന്നതാണല്ലേ നമ്മള്, ആ. നമ്മളങ്ങനെ വിശ്വസിക്കുന്ന അങ്ങനെ തള്ളും നമ്മുടെ അഭിപ്രായം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നി. ഇപ്പോഴ് ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മാറിയിട്ടില്ല എന്ന് തോന്നിയ കാര്യം, ഒരുപാട് കാര്യങ്ങൾ മാറ്റമുണ്ട്, മാറാത്തതും കാണും. മാറിയതിൽ മാറ്റമുണ്ട്. പക്ഷെ മാറിയതിലും മാറ്റമില്ലാത്ത പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. പല സ്ഥലങ്ങളിലും മാറിയിട്ടില്ലാത്ത, അങ്ങനെയാണല്ലോ. ഇപ്പൊ കൊച്ചിയിലുള്ള ഒരു കാര്യം നമുക്ക് അതുപോലെ ട്രിവാൻഡ്രത്ത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, ഞാൻ സ്ഥലത്തിനെ കുറിച്ച് ചോദിച്ചില്ല, ഞാൻ അല്ല, ലിമിറ്റിംഗ് ബിലീഫിനെ കുറിച്ച്. അതെ, അതിന് ചില കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത്. ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ലിമിറ്റേഷൻസ് അല്ലേ ഉദ്ദേശിച്ചത്? ലിമിറ്റേഷൻസ് അല്ല, ലിമിറ്റിംഗ് ബിലീഫ്. അതായത് വിശ്വാസം, നമ്മുടെ വിശ്വാസം. അങ്ങനെ ചോദിച്ചാൽ ആണിനും പെണ്ണിനും അങ്ങനെ ഇതായിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒരു ഇത് തോന്നുന്നില്ല. ഇപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ കുറെ പേരുടെ വിശ്വാസങ്ങളെല്ലാം നമുക്ക് പലതും പല രീതിയിലല്ലേ കാണുന്നത്. തീർച്ചയായിട്ടും, അതെ. ഇപ്പൊ അങ്ങനെ മാറ്റം എനിക്കങ്ങനെ പ്രത്യേകിച്ചും തോന്നിയിട്ടില്ല. ഇപ്പം ചേച്ചിയുടെ ലൈഫ് ഒരു സിനിമയാണ് എന്നിരിക്കട്ടെ, സിനിമ ആയിക്കൊണ്ടിരിക്കാൻ, അതിൽ ചേച്ചി ഏറ്റവും കരയിപ്പിച്ച ഭാഗം ഏതായിട്ട്, ഏറ്റവും സങ്കടപ്പെട്ടു? ഞാൻ അഭിനയിച്ചിട്ടാണോ? ചേച്ചിയുടെ ജീവിതം ഒരു സിനിമയാകുകയാണ്. അങ്ങനെ അതില് ചേച്ചി ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള അപ്പൊ ആ സിനിമയിലെ ഭാഗം ഏതായിരിക്കും? അതിന് എന്റെ ലൈഫ് തന്നെ. ആ. എന്റെ ലൈഫ് സിനിമയാവുമ്പോ എന്റെ 4 മിസ്കാരേജസ്, ആ 4 എന്നെ എന്തായാലും അത് ഇനി റിപ്പീറ്റ് ചെയ്താ കാണേണ്ടി വന്നു കഴിഞ്ഞാലും അതിപ്പോഴും എന്താ പറയാ, അതിങ്ങനെ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ചിലപ്പോ ഒരു ദിവസത്തില് ഒരു സമയത്തെങ്കിലും എനിക്കത് ഓർമ്മ വരും, അതിനെ പറ്റിയിട്ട് ആലോചിക്കും. പിന്നെ ഈ കൂടുതൽ നമ്മൾ ഈ ഫോണിലൊക്കെ എന്തെങ്കിലും കാണുമ്പോഴൊക്കെ ഇപ്പോഴും അതിങ്ങനെ വിഷമം ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ലൈഫിന്റെ ഇതിങ്ങനെ ഒരു സിനിമയാക്കുമ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കടന്നു പോയിട്ടുള്ള ആ ഒരു ടൈമുണ്ട്, ഒരു ടൈം പീരീഡ്. ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് അവിടുന്ന് റിക്കവർ ആയി വരാനൊക്കെ ഞാൻ പെട്ട കുറെ പാടുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെയും കാണുന്ന സമയത്ത്
നമുക്ക് മെമ്മറീസ് അതിലേക്ക് പോവുമല്ലോ, നമ്മുടെ മെമ്മറീസ് അവിടേക്ക് പോവുമല്ലോ. അപ്പൊ ഉറപ്പായിട്ടും അതിൽ അത്രയും ഞാൻ വിഷമിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടില്ല. കാരണം അതിനേക്കാളും വിഷമം വരുന്ന ചിലപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇനി നഷ്ടപ്പെടുമ്പോഴൊക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഇനി ഇവിടം വരെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് അറിയില്ല. അപ്പൊ ഇത്രയും എൻ്റെ ലൈഫിൽ ഇത്രയും നടന്നിട്ടുള്ളതിൽ വെച്ച് അങ്ങനെ ഫിലിം ചെയ്യുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും. ഓക്കെ ആണെങ്കിൽ പ്ലീസ് ആൻസർ. എന്ത് പറ്റി, എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അത് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറെ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട്. PCOD, തൈറോയിഡ്, അങ്ങനെ കുറെ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട്. എൻ്റെ ചെറുപ്പത്തില് എൻ്റെ ഡിഗ്രി കാലഘട്ടം മുതൽ ആ ടൈം മുതലേ എനിക്ക് പിന്നെ എൻ്റെ പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ട് ഗൈനക്കോളജി കാണിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതാണ് വീട്ടുകാരുടെ ഒക്കെ ചിന്ത അങ്ങനെയായിരിക്കും. പ്രത്യേകിച്ച് ഇതുവരെ ഞാൻ ഈ കാര്യം ആരോട് പറഞ്ഞിട്ടില്ല. അതായത് പ്രത്യേകിച്ച് ഞാനന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ഹോട്ടൽസിലൊക്കെ ഡാൻസ് പ്രോഗ്രാം ചെയ്യുന്ന കോവളത്ത് ഹോട്ടലുകളുണ്ടല്ലോ, അവിടെ നമ്മുടെ വിദേശത്തു നിന്ന് വരുന്ന ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യുന്ന കൾച്ചറൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് രാവിലെ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ മേക്കപ്പ് ചെയ്ത് ഞങ്ങൾ വണ്ടി വരും, ഞങ്ങൾ പോയി പെർഫോം ചെയ്ത് തിരിച്ചു വരും. ഞങ്ങളുടെ പ്രൊഫഷൻ അതാ. അതിന് പല അഭിപ്രായങ്ങളും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങൾ വേറെ പണിക്കാണ് പോകുന്നത്, അവളുടെ അമ്മ ആ 2 മക്കളെയും കൊണ്ട് വിറ്റിട്ടാണ് കാശുണ്ടാക്കിയത് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അറിയണവരും അറിയാത്തവരും. അത് പറയുന്നില്ല ഞാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു ടൈം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എന്നെ ഒരു ഗൈനക്കോളജിയെ കൊണ്ട് കാണിക്കുക എന്ന് പറയുന്നത്, അത് എന്റെ അമ്മയെ സംബന്ധിച്ചൊക്കെ ഒരുപക്ഷെ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാര്യം നാളെ നാട്ടുകാരെന്ത് പറയും, ഇത് തന്നെ പറഞ്ഞ് നടക്കുന്ന നാട്ടുകാരാണ്. അപ്പൊ മോളെ നാളെ ഗൈനക്കോളജിയെ കൊണ്ട് കാണിച്ചിട്ട് വന്നു എന്നറിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ എന്റെ അമ്മ പേടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്നോട് പിന്നെ പറഞ്ഞിട്ടുണ്ട്, പലതവണ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ആ സമയത്ത് ഇത് അത്ര സിവിയർ ഒരു പ്രശ്നമാണെന്ന് നമുക്ക് റിയലൈസ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഇതൊരു വലിയ പ്രശ്നമാണെന്ന് നമുക്ക് അറിയില്ല. അന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് അറിയില്ല. അപ്പൊ അത് അമ്മയും വിട്ടു. ഞാനും പിന്നെ ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് ഇത് ആയില്ലെങ്കിൽ അത്രയും നല്ലത്. അത് ആ ഒരു പെയിൻ വേണ്ട, ആ ഒരു ഇത് നമ്മൾ ആ ഒരു മൂഡ് സ്വിങ്സ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ അത് വിട്ടു അങ്ങനെ. പക്ഷെ ഗ്രാജുവലി അത് എന്റെ ലൈഫിൽ ഇങ്ങനെ അതൊരു പാർട്ടായിട്ട് തന്നെ ഇങ്ങനെ വരുമായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും പീരീഡ്സ് വരുന്ന ടൈം കഴിഞ്ഞിട്ടാവും വരുന്നത്. ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാവും, 3 മാസം കഴിഞ്ഞിട്ടാവും വരുന്നത്. അങ്ങനെയൊക്കെ ആയിട്ട് അതിങ്ങനെ കടന്നു പോയി. കല്യാണം കഴിച്ചൊരു 1 ഇയർ വരയ്ക്ക് ഞങ്ങള് ഒരു 8 മന്ത്സ് വരയ്ക്ക് ഞങ്ങള് നോക്കിയിട്ടില്ല. 8 മന്ത്സ് കഴിഞ്ഞ് ഞങ്ങൾ നോക്കി, ആവുന്നില്ല. ട്രീറ്റ്മെന്റ് എടുത്തു, ആയുർവേദം ചെയ്തു. ആയുർവേദം പിന്നെ പതിയെ ട്രീറ്റ്മെന്റിന് ഒരു ഫലം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇൻഫെർട്ടിലിറ്റിയെ കാണിച്ചു. ഫസ്റ്റത്തെ ട്രീറ്റ്മെന്റിൽ ഫസ്റ്റത്തെ മന്ത് തന്നെ ഞാൻ കൺസീവ് ആയി. 2 മന്ത്സ് ആവാറായപ്പോഴത്തേക്ക് കുട്ടിക്ക് ഗ്രോത്ത് ഇല്ല, അത് തനിയെ മിസ്കാരേജ് ആവൂന്ന് പറഞ്ഞു. മെഡിസിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മിസ്കാരേജ് ആയി. അവിടെ നിന്ന് പിന്നെ 1 ഇയർ പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തു. എഗൈൻ കൺസീവ് ആയി. അതും 2 മന്ത്സ് ആവാറായപ്പോ അതും പോയി. അത് കഴിഞ്ഞിട്ടൊരു ഡോക്ടറെ കണ്ടു, ട്രിവാൻഡ്രത്ത് ഡോക്ടർ. അതുവരെ തൃശ്ശൂരായിരുന്നു കാണിച്ചിരുന്നത്. ട്രിവാൻഡ്രത്ത് കണ്ടു. ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു. 3 മന്ത്സിൽ എന്നോട് ഡോക്ടർ പറഞ്ഞു, വേറെ വലിയ ഭാരിച്ച പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് ഡയറ്റ് ചെയ്യുക, നന്നായിട്ട് ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ആക്ടിവിറ്റീസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 മന്ത്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അഗെയിൻ കൺസീവ് ആയി. അതും 2 മന്ത്സ് ആയപ്പോഴത്തേക്കിനും അതും കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് നിന്നു, ഗ്രോത്ത് ഇല്ല. അപ്പൊ ഡോക്ടറോട് നമുക്കത് നോക്കേണ്ടി വരും, ഒരു ടെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഈ പ്രോഡക്റ്റ് നമുക്ക് എടുത്ത് ടെസ്റ്റിന് വിടണം. കാരിയോ ടൈപ്പിംഗ് എന്നാണ് ആ ടെസ്റ്റിന്റെ പേര്. അപ്പൊ ഞാൻ അത് ചെയ്യാം ഓക്കെ പറഞ്ഞു. വേറെ ഡോക്ടറുടെ അടുത്ത് പോയി അവിടെ ചെന്നു. ഡോക്ടർ അതിനുള്ള മെഡിസിൻസ് ഒക്കെ തന്നു.
അബോട്ട് ചെയ്യുന്ന പോലെ ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞൊരു പ്രോസസ്സിംഗ് ഉണ്ട്, ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിച്ചത് ആ ടൈമില്ല. ഫിസിക്കലി ആൻഡ് മെന്റലി നമുക്ക് ഒരുമിച്ച് പെയിൻ വരിക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് ഫിസിക്കലി ചില സമയത്ത് പെയിൻ വരാം, മെന്റലി പെയിൻ വരാം. പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് ഭയങ്കര, കാരണം ഒരു നഷ്ടപ്പെടലിന്റെ ഒരു വേദനയുണ്ട് നമുക്ക് മെന്റലി. അതേ ടൈമിൽ നമ്മൾ ഫിസിക്കലിയും വേദന അനുഭവിക്കുകയാണ്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ ആവും എന്ന് പറഞ്ഞു. പോയി നോർമലി അവരുടെ ക്ലീനിങ് പരിപാടികൾ പച്ചക്കാണ് ചെയ്യുന്നത്, അല്ലാണ്ട് നമുക്കൊരു സെഡേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നി നമ്മുടെ ഡെലിവറി പെയിനൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. ഡെലിവറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാവുന്ന ഒരു പെയിൻ ഉണ്ട്. മേ ബി അത് തന്നെ, അതുപോലത്തെ പെയിൻ തന്നെ ആയിരിക്കും. ഞാൻ ആ ടൈമിൽ ആലോചിച്ചു, എന്തിന് മീൻസ് ആർക്കും അങ്ങനത്തെ ഒരു പെയിന് കൊടുക്കരുതെന്ന്. ഇപ്പം മേ ബി നമുക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു പെയിൻ കൊടുക്കരുത്. കാര്യം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള പെയിനാണ്. ഇവര് ചെയ്യുന്ന പ്രോസസ്സിംഗ് ഒക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഉള്ളിൽ ഇവർ എന്താ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ട്. എനിക്കിങ്ങനെ അവരിങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഒക്കെ ഇവിടെ ഉള്ളിൽ ഇങ്ങനെ പെയിൻ എടുക്കുന്നുണ്ട്. അപ്പോ ഞാൻ ആ ടൈമിൽ ആലോചിച്ചു, ദൈവമേ ഒരാൾക്ക് ഈ ഒരു പെയിൻ കൊടുക്കരുത് എന്ന് ചിന്തിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ടെസ്റ്റിനൊക്കെ വിട്ടു. അത് കഴിഞ്ഞിട്ട് എഗെയിൻ നാലാമത്തത് പെട്ടെന്ന് കൺസീവ് ആയി. അതും 2 months ആയപ്പോ അതും ഇതുപോലെ പ്രശ്നമാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു ദിവസം ബ്ലീഡ് ആവുക ചെയ്തത്. നേരെ കൊണ്ടുപോയി 2 ദിവസം ഒബ്സർവേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒബ്സർവേഷനിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എഗെയിൻ ഡിസ്ചാർജ് ചെയ്യാനിരുന്നതിന്റെ അന്നാണ് എഗെയിൻ എനിക്ക് ബ്ലീഡിങ് ആവണം. അന്നും ഇതുപോലെ ഡോക്ടറിനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു എന്നോട് ഇത് പറയാൻ. അത് ഫുള്ള് ക്ലോട്ട് ആയതാണ്. അത് ക്ലോട്ടിങ്സ് ഒരുപാട് വന്നിട്ട് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നമുക്ക് ഇന്ന് ഫുള്ള് ലേബർ റൂമിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ ഈ ക്ലോട്ട് എല്ലാം പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതും കൂടി അതിന്റെ കൂടെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്യും. ഇപ്പൊ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഈ പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, മെന്റലി നമ്മളൊരു ഇത് അനുഭവിക്കുന്നുണ്ട്. ഇവര് ഈ 2 കാലും ഇങ്ങനെ പൊക്കി വെച്ചിട്ടാ കിടത്തണേ. അപ്പൊ നമുക്ക് ഈ നടുവിനൊരു പെയിൻ വരും. നമ്മള് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഈ 2 കാല് മാത്രം ഒരു ടൈമിൽ കൂടുതൽ കിടക്കുമ്പോ ആ പെയിൻ ഞാൻ അന്ന് ഉച്ച മുതല് പിറ്റേ ദിവസം രാവിലെ വരെ അനുഭവിച്ചു എന്നുള്ളതാണ്. ആ പെയിൻ തിരിയാനൊന്നും പറ്റില്ല. ഇത് ഇങ്ങനെ പൊക്കി വെച്ച് ഇങ്ങനെ കിടക്കുകയാണ് കാല്. ഞാൻ ഇങ്ങനെ കരയായിരുന്നു. എനിക്ക് കുട്ടിയെ കിട്ടുമെന്നുള്ള കരച്ചിലാണോ, എനിക്ക് വേദനയുടെ കരച്ചിലാണോ, എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ പെയിനാണ് അപ്പൊ അനുഭവിച്ചത്. അമ്മ എന്നിട്ട് എന്റെ കൂടെ വന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര പെയിനായിരുന്നു. അമ്മ പറഞ്ഞ എനിക്ക് കുഞ്ഞിനെ വേണ്ട, എനിക്ക് എന്റെ കുഞ്ഞിനെ മതി എന്നാ പറഞ്ഞു. കാര്യം അമ്മാതിരി ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് എന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര ബ്ലീഡിങ് ആണ്. എന്നിട്ട് പിന്നെ അച്ഛൻ അമ്മയുടെ കയ്യിൽ കാശൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്റെ തലയ്ക്ക് ഒഴിഞ്ഞ് അമ്പലത്തിൽ കൊണ്ട് കൊടുത്തിട്ട് അച്ഛമ്മ പ്രാർത്ഥിച്ചു, എനിക്ക് എന്റെ മോളെ തിരിച്ചു തന്നാൽ മതി, കൊച്ചിനെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അത് അവർക്ക് ഞാനാണല്ലോ വലുത് അച്ഛനമ്മയ്ക്ക്. അങ്ങനെ അത് 4ാമത്തെ ആയിരുന്നു. അത് എന്നിട്ട് പിറ്റേ ദിവസം കാലത്തായപ്പോഴത്തേക്കും അത് പോയി. അത് ഡോക്ടർ, നഴ്സുമാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്ത് അവർ ആ സാധനം എടുത്ത് എന്റെ കണ്ണു മുന്നിൽ അവരെടുത്തത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ എടുത്തൊരു രക്തത്തിന്റെ ഒരു കട്ട പോലെ അതെടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് ഡോക്ടർ വന്നു നോക്കിയിട്ട് എന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോയിട്ട് അവര് പറഞ്ഞു, സോറി അശ്വതി, അത് പോയി, ഇല്ല എന്ന് പറഞ്ഞു.
ഞാൻ അപ്പൊ കരഞ്ഞില്ല. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊളിയും അവിടെ, പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം എന്റെ വീട്ടുകാരുടെ ഫ്രണ്ടിൽ ഞാൻ കരഞ്ഞില്ല ആ കാര്യത്തിന്. കാരണം എനിക്കത് കരയാൻ പറ്റില്ല. അപ്പൊ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമാവും. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമുക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോ കരയാലോ. ഒറ്റയ്ക്കിരിക്കുമ്പോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കരയാം, എന്ന് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ സത്യം പറഞ്ഞ ടെൻഷൻ ഞാൻ ആരോടും ഒന്നും ഇതിനെ പറ്റിയിട്ടൊന്നും പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, നമുക്കിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആരും ജഡ്ജ് ചെയ്യുന്നില്ല. ലൈക്ക് അത്രയും നേരം അത് നമുക്ക് പറഞ്ഞാലും നമുക്കത് ഇതാവാതെ. അത് എന്താ ഇപ്പം ഈ കേൾക്കുന്നവർക്കൊക്കെ നമുക്ക് അത് ഭയങ്കര സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും. നമ്മൾ ചിലപ്പോ ഈ പ്രൊഫഷന് വേണ്ടിയിട്ട് ആക്കുന്നതാണ്, അത് വേണ്ടാന്ന് വെച്ച് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പ്രൊഫഷന് വേണ്ടിയിട്ട് വേണ്ട വെച്ചിരിക്കുന്നതാണ്. പക്ഷേ എക്സാക്ട് എന്താണെന്നൊക്കെയുള്ളത് ഇത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് പോകുന്നവർക്ക് മാത്രമേ അതിന്റെ പെയിൻ അറിയുള്ളൂ. അവരാ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. മേ ബി ഈ പണ്ടൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. നമ്മള് ഇങ്ങനെ ഇങ്ങനത്തെ മിസ്കാരേജസ് അല്ലെങ്കിൽ അബോർഷൻസ് ഒന്നും പണ്ടൊന്നും ആരും കേട്ടിട്ടില്ലല്ലോ അധികം. ചിലപ്പോ അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തോണ്ടായിരിക്കും ഒരുപാട് പേര് ഇങ്ങനെ ആവുന്നവരെ കുറ്റം പറയുന്നത് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ കുഴപ്പം കൊണ്ട് ആവുന്നില്ല ഒരിക്കലും. അങ്ങനെ ചെയ്യുന്നവരുണ്ടില്ല എന്നല്ല, വേണ്ടാന്ന് വെച്ച് പോയി അബോർട്ട് ചെയ്യുന്നവര് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അത് മനഃപൂർവ്വം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മനഃപൂർവ്വം ഒക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ ചെയ്യുന്നവരുണ്ട്, സിറ്റുവേഷനിൽ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ എന്റെ കേസിൽ അങ്ങനെ അല്ല. പക്ഷെ അത് പലരും എന്റെ അടുത്ത് കുട്ടികളില്ലെന്ന് ചോദിക്കുമ്പോ എന്നോട് ചോദിക്കുന്നത് എന്താ വെച്ചാല്, ഓ ഈ പ്രൊഫഷനിൽ നിൽക്കുന്നോണ്ടായിരിക്കും അല്ലേ, അത് അത് വേണ്ടാന്ന് വെച്ചേക്കായിരിക്കും എന്നല്ലേ. പക്ഷെ പിന്നെ ഞാൻ ആദ്യമൊക്കെ അയ്യോ ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്റെ ഭാഗം ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെ ഒന്നും നോക്കുന്നില്ല ഞാൻ. ഇപ്പൊ എന്റെ കരിയർ മാത്രമേ ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നുള്ളൂ. കാരണം എനിക്ക് ആ 4 നഷ്ടപ്പെടലുകൾ ദൈവം തന്നപ്പോ ഇപ്പുറത്തെ സൈഡിൽ എന്റെ കരിയറിൽ കുറച്ച് ബ്രേക്ക് തന്നു. അപ്പൊ അത് കാരണം ചിലപ്പോ ഇതിനൊരു ടൈം ആയിട്ടുണ്ടാവൂലായിരിക്കും. പിന്നെ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് എന്റെ ഹസ്ബൻഡ് ഉണ്ട്. കിച്ചു ഉള്ളത് കൊണ്ട് പിന്നെ ആ ഒരു സൈഡ് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാ സത്യം. പുള്ളി പുള്ളി എന്നോട് പറയുന്നത്, നീ ഇതിന് അവന് ടെൻഷൻ അടിക്കുന്നത്, നമുക്ക് ഇപ്പൊ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണത്, ഇല്ലെങ്കിൽ ഇല്ലാത്തത് പോലെ ഇരുന്നാ മതി. ഇപ്പൊ എല്ലാവർക്കും കുട്ടി ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ എല്ലാവരും ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ ഇല്ല. ഇനി നിനക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ നമുക്കൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാം. നിനക്കൊരു കുഞ്ഞാണ് അത്യാവശ്യമെങ്കിൽ നമുക്കൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത് നമുക്ക് വളർത്താം. അപ്പൊ അതിനും ഒരു ലൈഫായി, ഒരു 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 കുട്ടിക്ക് ഒരു ലൈഫ് കിട്ടുമല്ലോ നമ്മൾ കാരണം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കാം. പുള്ളി ഏതായാലും ഓക്കെയാണ്. ഇല്ലാതെ ആണെങ്കിൽ ഇല്ലാതെ, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. ഇനി വേറെ എന്ത് ഓപ്ഷൻ ആണെങ്കിലും പുള്ളിക്ക് ഓക്കെയാണ്. ഇനി ഞാൻ പറയണം എനിക്ക് ട്രീറ്റ്മെന്റിന് പോകണം, നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാലും പുള്ളി ഓക്കെയാണ്. ഞാനിപ്പോ ലാസ്റ്റത്തതിന് ശേഷം ഇപ്പൊ 2-3 years ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല. കാരണം എനിക്കിപ്പോ കാണുമ്പോഴേ ഭയങ്കര എന്താ പറയാ, ഹോസ്പിറ്റലിൽ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിന് എനിക്ക് ഭയങ്കര മെന്റലി ഇപ്പോഴും ഞാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല. അല്ല, എനിക്കത് മനസ്സിലായി. കാരണം ഞാൻ നവോദയയിലാണല്ലോ പഠിച്ചത്. ഞങ്ങളുടെ നവോദയയിലെ പല സീനിയേഴ്സ്, അതായത് നല്ല രീതിയിൽ പുറത്തിറങ്ങിയവർക്ക് പോലും അവരിപ്പോഴും ബസ്സിലോ വണ്ടിയിലോ ആ ഒരു അവർ പോയിരുന്ന റൂട്ട് ഉണ്ടല്ലോ, അതിലൊരു പാലം കയറുമ്പോൾ എന്നോട് ഇപ്പോഴും ആ ചേച്ചി ഡോക്ടറാണ്, ചേച്ചി കണ്ടിട്ടുണ്ട്, ഇപ്പോഴും എനിക്ക് അടുത്ത പാലം കയറുമ്പോൾ വയറ്റി വീണ്ടും കയറും. അതെ, ലൈക്ക് അവിടെ ഈ പറയുന്ന പോസിറ്റീവ് എന്നതിലുപരി അവിടെ ഒരുപാട് മോശം അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പം അത് പലരും തുറന്നു പറയാറില്ല എന്നുള്ളത്. അപ്പം ആ ഒരു ട്രോമ അല്ല, ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇനി ഞാൻ ചേച്ചിയോട് ചോദിക്കുകയാണ്, വേണമെങ്കിൽ ചേച്ചിക്ക് ഇത് സ്വീകരിക്കാം. എന്നോട് ഒരു ചോദ്യം ചോദിക്കാം, വേണം നിന്നോടൊരു ചോദ്യം ചോദിക്കാം, വേണമെങ്കിൽ. വേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കല്യാണം എപ്പോഴാ? August 25.
ഓഗസ്റ്റ് 25. എൻഗേജ്മെന്റ് എന്നെ വിളിക്കാത്തത് പോലെ കല്യാണം വിളിക്കുമോ? ഇല്ല ഇതിന് വേണ്ടിയിട്ടായിട്ട് ചേച്ചിയെ വിളിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അവളോട് ഒരുമിച്ച് വന്നതല്ലേ. ഓ, അതിനാണ് അഞ്ജുവിനെ കൂടെ കൊണ്ടുപോകുന്നത്. ഓക്കെ, വേറെ എന്താ ചെയ്യും? പിന്നെ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഞാൻ പോഡ്കാസ്റ്റിംഗ് ഞാൻ എന്താ പറഞ്ഞ കണ്ടിന്യൂ ചെയ്ത് പോവാൻ? തീർച്ചയായിട്ടും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എനിക്കൊരു ഫീൽഡാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്തെങ്കിലും ഒന്ന് കമ്മിറ്റ് ചെയ്ത് നമ്മളത് മര്യാദയ്ക്ക് ചെയ്യണമെന്ന് നിർബന്ധവുമില്ല എനിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മള് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് മടി കാണിച്ചാൽ എനിക്ക് എന്നോട് തന്നെ ഗിൽറ്റ് അടിക്കും. അങ്ങനെ ഗിൽറ്റ് ഇല്ലാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഈ സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലതും ഫോറിനേഴ്സിന്റെ പോഡ്കാസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഞാൻ കണ്ടിരുന്നത്. അപ്പൊ ഞാനൊക്കെ ഓർത്തെന്തൊന്ന് മലയാളത്തിൽ തോന്നുന്നു. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴേ എനിക്ക് സംസാരിക്കാൻ അത് എങ്ങനെ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിൽ പക്ഷെ കുറെ പേര് ചെയ്യുന്നുണ്ടല്ലേ പോഡ്കാസ്റ്റ്. പോഡ്കാസ്റ്റിൽ ബൂമിങ് ആണെന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ടാണ് അതൊരു കാര്യമുണ്ട്. പക്ഷെ എനിക്ക് ആളുകളോട് സംസാരിക്കാൻ വേണ്ടി നല്ലതല്ലേ, അടിപൊളിയല്ലേ? കുറെ നേരം ഇങ്ങനെ അതായത് പറയാ മാത്രല്ല കേൾക്കാനും ലിസണിങ് ഭയങ്കര രസമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കഥ കേൾക്കാം, പൈസ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് ഞാനപ്പോ ചാനൽ ചാരുമായി തുടങ്ങിയപ്പോ സെറ്റല്ലേ? ഓഫ്കോഴ്സ് റണ്ണിങ് ആണ്. ഇതൊന്നും കാണാറില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ ഒന്നും അല്ല, അങ്ങനെയല്ല, ഞാൻ അങ്ങനെ വാച്ച് ചെയ്യുന്ന ഒരാളല്ല. എപ്പോഴെങ്കിലും ഭാവിയിൽ നിങ്ങളെയൊക്കെ ഞാൻ ഫാൻസ് ആക്കി മാറ്റും. ആ കോൺഫിഡൻസ് അടിപൊളിയാ, അത് വേണം, കോൺഫിഡൻസ് വേണം. അപ്പൊ അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്ത് തോന്നുന്നു ചേച്ചിക്ക് ഇതുവരെ? അടിപൊളിയല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലതാണ്. നല്ല എന്നുവെച്ചാൽ സാധാരണ നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ എന്നെ വിളിച്ചപ്പോ ഞാൻ കുറെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ ഇന്റർവ്യൂവിലും നമുക്ക് തന്നെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. പക്ഷെ ഡിഫറെന്റ് ആയിരുന്നു, ചോദ്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരുന്നു. ചോദ്യം എന്റെ ഹസ്ബൻഡിന്റെ കാര്യമൊന്നും ആരും അങ്ങനെ മീൻസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോഴത്തേക്കാളും മുന്നത്തെക്കാളുള്ളൊരു ചേഞ്ച്, അതൊന്നും അങ്ങനെ ആരാണ് കണ്ണാടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും അങ്ങനെ ചോദിക്കാറില്ല. ഇതുവരെ ചേച്ചിക്ക് മറ്റ് പോഡ്കാസ്റ്റുകളിൽ പോയപ്പോ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ബാക്കിയൊക്കെ നോർമൽ ഒരു ഇന്റർവ്യൂസ് കാര്യങ്ങളല്ല എന്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാ പോകുന്നതിന് മുന്നേ നമുക്കൊരു ഗിഫ്റ്റ് കൂടെ ചേച്ചിക്ക് തരാം. താങ്ക് യു. വേണമെങ്കിൽ നോക്കിക്കോളൂ, കസ്റ്റമൈസ്ഡാ ചേച്ചിക്ക്. Oh, really? Ashwati Chand Kishore. Oh. When lies becomes the language of the world, truth becomes into the zoo. Oh. Thank you. Thank you. You're welcome. And any message to my viewers? Message വ്യൂവേഴ്സിന് എല്ലാവർക്കും കൂടിയിട്ട് നമ്മള് നമ്മുടെ ജീവിതത്തിൽ എവിടേക്കെങ്കിലും എത്തണമെങ്കിലും ഹാർഡ് വർക്ക് വേണം. നമ്മുടെ സമയങ്ങളിൽ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് എങ്ങനെയാണെന്ന് ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് നേടാൻ പറ്റും, അതിനുവേണ്ടി നമ്മൾ ഇനി എത്രത്തോളം മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുക. അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടെത്താൻ പറ്റൂ. പിന്നെ നമ്മൾ ജെന്യുവൻ ആയിരിക്കുക. നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രൊഫഷനോട് സത്യസന്ധത പുലർത്തണം, ആത്മാർത്ഥത ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതൊരിക്കലും നമ്മുടെ പ്രൊഫഷനിൽ ബാധിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ മാത്രമാണ് നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു ജെന്യൂനിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രൊഫഷൻ നമ്മളെ കൈവിടൂല. അത് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയാം. ചിലപ്പോൾ നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തിയവരുണ്ടാവും പ്രൊഫഷണലി.
നമ്മളെ തഴഞ്ഞിട്ടുള്ളവരുണ്ടാവും, നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളവരുണ്ടാവും, നമ്മളെ കളിയാക്കിയവരുണ്ടാവും, നമ്മളെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ടാവും. ഇവരോടൊക്കെ നമ്മൾ നേരത്തെ നീ പറഞ്ഞ പോലെ നമ്മുടെ സ്മൈൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊരു വെപ്പൺ ആയിട്ട് നമ്മൾ കാണുക. എന്നിട്ട് അതുകൊണ്ട് അവരൊക്കെ നേരിടുക. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെപ്പോഴും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പൊസിഷനിലേക്ക് ഞാൻ എൻ്റെ ചുവട് വെച്ച് കയറി തുടങ്ങി. അത് തുടങ്ങിയിട്ട് ഞാനിപ്പോൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ കളിയാക്കിയവരും എന്നെ പരിഹസിച്ചവരും എന്നെ മാറ്റി നിർത്തിയവരും ഒക്കെ ഇപ്പൊ എവിടെയാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുമുണ്ട്, നോക്കാറുമുണ്ട്. അതുകൊണ്ട് എല്ലാരും ആരെന്ത് എങ്ങനെ നോക്കണ്ട, ചിരിച്ചുകൊണ്ട് അവരെ നേരിടുക. മുന്നോട്ട് ജെന്യൂനായിട്ട്, വളരെ ജെന്യൂനായിട്ട് മുന്നോട്ട് പോവുക. നമുക്കുള്ളൊരു സ്പേസ് അതുണ്ട്. അത് നമുക്ക് എപ്പോഴായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞ വിജയം കൊണ്ട് തിരിച്ചടിക്കുക. തീർച്ചയായിട്ടും ഞാൻ ആ ഒരു ഞാൻ എന്താ പറയാ, സിൻസിയറായിട്ട് ഞാൻ പറയാം, ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പോ. എൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട്, എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ എത്തി നിൽക്കുന്നത് മറ്റുള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു തിരിച്ചടിയാണ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ പറയണെങ്കിൽ ഇതൊന്നും മതിയാവില്ല. ഒരുപാട് കഥകൾ ഇത് ഇപ്പൊ തന്നെ കാണുന്നവർക്ക് എന്തായാലും മനസ്സിലായി. തീർച്ചയായിട്ടും മനസ്സിലാവൂലോ. അപ്പൊ എന്റെ സിനിമ വ്യസന സമേത ബന്ധുമിത്രാദികൾ സിനിമയായിരുന്നു എന്റെ ഇപ്പൊ റിലീസായ പടം. നല്ല റിവ്യൂ ഉണ്ട്. ഇപ്പൊ ഒരു മാസമായി പടം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ അത് പോയിട്ടുണ്ടാവും. ഇപ്പൊ മനോരമ മാക്സില് OTT റിലീസ് ഉണ്ട്. അങ്ങനെ വരുമ്പോ എല്ലാരും ആ സിനിമ വാച്ച് ചെയ്യാം. പിന്നെ എന്റെ സെക്കൻഡ് മൂവി അല്ല, ശരിക്കും വ്യസന സമേതം എന്റെ 4ാമത്തെ മൂവിയാണ്. പക്ഷെ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ, അത്രയും തിയേറ്റർ സ്പേസ്, അത്രയും ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയ മൂവി അതാണ്. പിന്നെ ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് വാഴ 2 ആണ്. അത് കഴിഞ്ഞ അടുത്ത പ്രോജക്റ്റ് വരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതെ, അത്രേ ഉള്ളൂ. Well guys, this is Brinto the Enso signing off. See you with another. Bye.